ബാലുശ്ശേരി പറയാ ഹദീസ് നിഷേധിക്കാന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂൽ തന്നെ നിഷേധിക്കലല്ലേ? മുഹമ്മദ് റസൂൽ തന്നെ നിഷേധിക്കല് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിഷേധിക്കലല്ലേ? അപ്പൊ ഹദീസ് നിഷേധിച്ച കാഫിറല്ലേ? നതീജ നബിയുടെ ഒരു ഹദീസ്, മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ് സഹിയായി വന്നു, അതിനൊരാൾ നിഷേധിച്ച ഇസ്ലാമിന്റെ വിധി എന്താ? ഷഹാദത്ത് കലിമയുടെ 2ാം ഭാഗം നിഷേധിച്ച കാഫിർ. എങ്ങനെ? സഹീഹുൽ ബുഖാരി എന്ന് ഒരു ഹദീസ് ഒരാൾ നിഷേധിച്ചു, ഓനാരാ? ഓൻ കാഫിറാണ്, ഇസ്ലാം എന്ന് പുറത്തു പോയവനാ. ഒരു സംശയമല്ലല്ലോ ഞാൻ അവിടെ. അപ്പൊ എന്തായി? ആരാഞ്ഞപ്പോ ഈ നിഷേധിച്ചോലെന്ന് കിട്ടണ്ടേ? അത് മൗലവി ഒന്നുകൂടി വ്യക്താക്കി പറയുന്നുണ്ട്. ഇവിടുത്തെ സമസ്തക്കാരോട് ചെന്നിട്ട് നിങ്ങള് ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സമസ്തക്കാരെന്താ പറയാറിയോ? ബുഖാരിയിൽ അങ്ങനെ ഹദീസ് ഉണ്ടോ? ആ ഉണ്ട്. എന്നാ മൗലവി അർത്ഥം വെച്ചത് പേവേക്കാരം. അതാണ് സമസ്തക്കാര് പറയാം. റെഡിയാണ്. മൂപ്പര് അപൂർവമായി പറയുന്ന ഒരു സത്യം, വളരെ അപൂർവമായി സംഗതി. അത് ശരിയാണ്. കാരണം എന്താ? ഖുതുബ് എന്തുകൊണ്ടാ മലയാളത്തിലും നിസ്കാരം എന്തുകൊണ്ടാ അറബിയിലും ചോദിച്ചപ്പോ അള്ളാഹ്ക്ക് അറബിയെ തിരിയുള്ളൂ, മലയാളം തിരിയില്ല എന്നുള്ള അർത്ഥം ഡബിൽ വെക്കുക. അതുകൊണ്ട് അത് റെഡിയാണ്. പക്ഷേ മടവൂരിയാളോട് ചെന്നിട്ട് ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മറുപടി? ബുഖാരിയിലോ? ബുഖാരിയിലല്ലേ? ആരെങ്കിലും ഒരു സഹിയായ ഹദീസ് നിഷേധിച്ചാൽ ഫലത്തിലവൻ അള്ളാഹനെ നിഷേധിച്ചവനാ. വിശ്വാസികളെ, മുഅ്മിനുകളെ, യുവാക്കളെ, ആവേശം മൂത്ത് ഹദീസ് നിഷേധിക്കണ്ട, ഹദീസ് നിഷേധിക്കണ്ട. തീർന്നില്ല. ഇനി ഞാൻ പറയുന്നത് ഇത്തിരി സോഫ്റ്റ് ആക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ പറയാണ്. ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടത്തിൽ, ശാന്തമായി പറഞ്ഞോട്ടെ, ഒരു കാലഘട്ടത്തിൽ ഇന്നും സമസ്തക്കാരില്ലേ, APK സുന്നികള്, അവരോട് ബുഖാരിയിലുണ്ട്, എടാ ബുഖാരിയിലുണ്ട്, മൊയ്ലിയാരെ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞാൽ മൊയ്ലിയാർ പറയുന്നത് എന്താ അറിയോ? ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യും. ഇല്ലെന്ന് നിങ്ങൾ പറയില്ല, ഉണ്ടെങ്കിൽ സ്വീകരിക്കണ്ട. പക്ഷെ നിങ്ങൾ വ്യാഖ്യാനിച്ച പോലെ ആയിരിക്കൂല. നേരെ മറിച്ചൊരു മടപൂരിയോട്, കരിമ്പിലാക്കലിനോട് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓൻ പറയുന്ന ബുഖാരിയിലല്ലേ? ധ്വനിയുണ്ടോ? ബുഖാരിയിലല്ലേ? മനസ്സിലായോ? മുസ്ലിമിലെ ഹദീസ് ഉണ്ട്, മുസ്ലിമിലല്ലേ? അല്ലേ? ടോണ് മാറിയുണ്ടോ? സുന്നി സമൂഹം ഈ ഹദീസ് എന്താ സ്വീകരിക്കുന്നതിനേക്കാൾ മോശം. നിങ്ങൾ വെറുതെ നമ്മളെ പുറം കയറുന്നു. നമ്മളിപ്പോ എവിടെയോ മോശം വല്ലതും ചെയ്തു? നമ്മളിപ്പോ എന്താ ചെയ്തിട്ടുള്ളൂ? ബുഖാരിയിൽ മൗലവി തോന്നിയാസ് അർത്ഥം വെക്കുന്നുണ്ട്, അതുകൊണ്ട് അർത്ഥം ശരിയല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അവിടെ എവിടെയാ മോശത്തിലല്ലേ? ഞങ്ങളും അള്ള മലയാളി അല്ലാന്നാ പറയേണ്ടത്? അള്ളാഹ്ക്ക് മലയാളം അറിയില്ലാന്നാ പറയേണ്ടത്? ഇതാണ് ചേകന്നൂർ മൗലവിക്ക് സംഭവിച്ചത്. ഇനി നിങ്ങൾ എന്നെ ആലോചിച്ച രസത്തിൽ ഞാൻ അവതരിപ്പിച്ചില്ല. കരിമ്പിലാക്കൽ മൂപ്പരെ വീട്ടിലേക്ക് കയറിച്ചില്ല, സലാൽ സുല്ലമി മൂപ്പരെ വീട്ടിലേക്ക് കയറിച്ചില്ല. അവന്റെ മൂപ്പരെ ഒരു കുട്ടി ബുഖാരി എടുത്തിട്ട് ഇങ്ങനെ വായിക്കുന്നു. ഉടനെ തന്നെ സുല്ലം, മോളെ വായിക്കല്ലേ, ബുഖാരി വായിക്കല്ലേ, എനിക്ക് തിരിയൂല. അതിൽ സ്വീകാര്യായതും അല്ലാത്തതുണ്ട്, മോളെ അതുകൊണ്ട് സ്വീകരിക്കണ്ടോ? ഇബ്ലീസ് ബുഖാരി താഴെ വെപ്പിച്ച്, സുല്ലമീനെ കൊണ്ട് ഇബ്ലീസ് ബുഖാരി താഴെ വെപ്പിച്ച്, ചേകന്നൂരിനെ കൊണ്ട് വെപ്പിച്ച്, CN അഹമ്മദ് വലിനെ കൊണ്ട് വെപ്പിച്ച്, ഓറിയൽ ലിസ്റ്റുകളെ കൊണ്ട് വെപ്പിച്ച്. മൗലവിമാര് താഴെ വെപ്പിച്ചു. ആ മൗലവിമാരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ മൗലവി KM മൗലവി, വക്കം മൗലവി, അവിടെ നിന്നിട്ടുള്ള സകല മൗലവിമാരും അത് താഴെ വെപ്പിച്ച കൂട്ടരെന്നെയാണ്. നിങ്ങൾ എന്ത് ചെയ്തു? ഇനി അത് താഴെ വെക്കാൻ പറഞ്ഞാൽ നടക്കൂല. അതുകൊണ്ട് കുറച്ച് തോന്നിയാസം പറയാം. ബുഖാരിയിൽ നിങ്ങൾ തൂണൊന്നും നിങ്ങളാ മാറ്റിയത്. മടവൂര് മുജാഹിദ് തൂണ് നിലനിർത്തിയതാണ്, തൂണ് മാറ്റിയ ആൾക്കാർ നിങ്ങളാണ്. അപ്പോ സംഗതി എന്താ? തൗഹീദിന്റെ പേരിൽ ഈ ഏറ്റുമുട്ടൽ വരാൻ കാരണം യുക്തിവാദം തമ്മിൽ ഏറ്റുമുട്ടിയതാണ്. ഒരു കാലത്ത് ബുദ്ധിയെ മാത്രം പ്രണയിച്ച വഹാബിമാരിൽ ചിലർ എല്ലായിടത്തും ബുദ്ധി ഒക്കണില്ല എന്ന് തോന്നിയപ്പോണ്ടായ ഒരു മാറ്റം. സക്കരിയ സ്വലായി പണ്ട് പറഞ്ഞത് ബുദ്ധി നോക്കണം. ഇപ്പം സക്കരിയ സ്വലായി പറഞ്ഞു, ബുദ്ധിയായിട്ട് നമ്മൾ ഹജ്ജിന് പോയാലേ ജിദ്ദിയിൽ ബുദ്ധി വെച്ചിട്ടാണ് വണ്ടി കയറേണ്ടി വരും മക്കത്തേക്ക്. അല്ലെങ്കിൽ എന്ത് ചെയ്യുമല്ലോ അറിയങ്ങള്? മക്കാം ഇബ്രാഹിമിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കഴിയൂല, ആ ബുദ്ധി കനം കൂടും. സഫാ മർവന്റെ അടിയിൽ ഓടാൻ കഴിയൂല, കാരണം തലന്റെ ബുദ്ധി കനം കൂടിയാലേ ആ ഓട്ടം നടക്കൂല. അവിടുന്ന് ഇങ്ങനെ ചിന്തിച്ചു, ദത്തിനപ്പി കുന്നുമലി ഓടാ ഇവിടുക്ക് വന്നത്, അവിടെ തന്നെ നിലമ്പൂർക്കാട്ടിൽ എത്തെങ്ങാനും സ്ഥലം ഉണ്ടെന്ന് ചിന്തിക്കും. അപ്പൊ സക്കരിയ പറയാ, ജിദ്ദിയിൽ ബുദ്ധി വെക്കേണ്ടി വരൂ. മനുഷ്യബുദ്ധിയുടെ പരിമിതി ഖുർആനും ഹദീസും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുള്ളതുപോലെ നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യബുദ്ധിക്ക് അല്ലാഹു വിട്ടു തന്നിട്ടില്ല.
ഒരു കാര്യം നന്മയാണെന്നോ തിന്മയാണെന്നോ തീരുമാനിക്കാൻ മനുഷ്യ ബുദ്ധിക്ക് പ്രാപ്തിയില്ല. സുഹൃത്തുക്കളെ, ഒരാൾ ബുദ്ധിക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ പോലും ബുദ്ധിക്കെതിരായ എന്തെന്ന് പറയാൻ കാരണമാവില്ല. ഒരുപാട് മുഴുവത്തുകൾ അത് ബുദ്ധി കൊണ്ട് സാധിക്കാൻ കഴിയുമോ നമുക്ക്? വേണ്ട ഈമാൻ കാര്യങ്ങൾ ഞങ്ങൾ എടുത്തു നോക്കി, അതൊക്കെ പരീക്ഷണശാലി തെളിയിച്ചാലേ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അതന്നല്ല യുക്തിവാദം എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരുണ്ട്, വഹാബിസം. ഒന്നും നമ്മുടെ ബുദ്ധിക്കനുസരിച്ചല്ല. അപ്പൊ അവിടെ ബുദ്ധിക്കൊരു സ്ഥാനമില്ല. ഹജ്ജിന് പോകണം, ബുദ്ധി ജിദ്ദയിൽ വെച്ച് കൊണ്ടിരും. കാരണം എന്താ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതിൽ അനുകരിക്കല്ലാതെ അവിടെ യാതൊന്നുമില്ല. അവിടെ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല. റസൂൽ എന്താ കാണിച്ചത്? അത് അപ്രകാരം. അപ്പൊ എന്താ നിങ്ങള് സക്കരിയ സ്വലാഹി പറഞ്ഞു ബുദ്ധിയായിട്ട് ഹജ്ജിന് പോയാൽ നടക്കൂല. അപ്പൊ മടവൂര് മുജാഹിദിന്റെ മറുപടി എന്നാ കേൾക്കണോ? ബുദ്ധി വെയിറ്റ് കുത്തുബക്ക് പോയിട്ടില്ലെങ്കിൽ കുത്തുബ മലയാളത്തിൽ റേഞ്ച് കിട്ടൂല. ഹജ്ജ് കിട്ടണോ ബുദ്ധിനെ, എന്നാൽ കുത്തുബ മലയാളത്തിൽ റേഞ്ച് കിട്ടണോ ബുദ്ധി മൗജൂദ് ഇല്ലെങ്കിൽ കിട്ടൂല. അലിമദനി പറയാ ബുദ്ധി ഇല്ലെങ്കിൽ ഹജ്ജ് കിട്ടൂലാണോ? ഹജ്ജ് പിന്നെയല്ലേ ഹജ്ജുൽ ഫുഖറായി വല്ല മസാക്കീൻ അല്ലേ? സാധുക്കളൊരു ഹജ്ജില്ല ഇവിടെ. ഓൽക്ക് ഹജ്ജ് കിട്ടണമെങ്കിൽ കുത്തുബ മലയാളത്തിൽ വേണ്ടേ? എന്താ കുത്തുബ മലയാളത്തിലാക്കാൻ തെളിവ്? എവിടെ മൗലവി ആയത്ത് എന്നാ ചോദിക്കണത്? മൗലവി എവിടെ മൗലവി ഹദീസുകളാ ചോദിക്കണേ? അല്ലേ? നിങ്ങൾക്കറിയില്ലേ മഹാനായ ഇ.കെ.എസ്. മുസ്ലിയാർ എഴുതിയ പുസ്തകം ഹജ്ജ് സുന്നികൾക്ക് മാത്രമെന്ന് പുസ്തകം എഴുതി ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച നേതാവ് ഇ.കെ.എസ്. മുസ്ലിയാരുടെ ആത്മാവ് സന്തോഷിക്കുന്നു. അതേ യുക്തിവാദികളായ മതയുക്തിവാദികളായ മൗലവിമാർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ലെന്ന് കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ പ്രഖ്യാപിച്ച ആദർശധീരനായ പണ്ഡിതനാണ് ഇ.കെ.എസ്. മുസ്ലിയാർ. അല്ലാഹുവേ, അവിടുത്തെ ദർജനെ ഉയർത്തണേ അല്ലാ, ആഖിറം സന്തോഷമാക്കണേ അല്ലാ. അവിടുന്ന് തെളിയിച്ച ആദർശത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാനുള്ള മഹാഭാഗ്യം ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാ. അലിമദനി ചോദിക്കുക, അപ്പൊ കുത്തുബ മലയാളത്തിൽ കിട്ടാനോ? അതിന് ബുദ്ധി തന്നെ വേണ്ടേ? മൗലവിന്റെ ചോദ്യം. ജുമാ ഖുതുബ മലയാളത്തിൽ ഒരു ഹദീസ് തരുങ്ങൾ ജുമാ ഖുതുബ മലയാളത്തിൽ നടത്തണമെന്നില്ലേ? കേരളത്തിൽ മലയാളത്തിൽ കുത്തുബ തുടങ്ങിയ അന്ന് മുതൽ പണ്ഡിതന്മാര് ചോദിച്ച ചോദ്യമാണ്, എവിടെ മൗലവി ഹദീസ്? കുനുകുനേനായ ഹദീസ് ഇങ്ങനെ പോലെ പിന്നെ പുട്ടിന് തേങ്ങയുടെ മാതിരി ഓതുന്ന മുജാഹിദീങ്ങളോട് എത്ര ചോദിച്ചു, എവിടെ മൗലവി ഹദീസ്? മുണ്ടിയില്ല. സുറക്കാക്കും എല്ലാ മുജാഹിദ് ഗ്രൂപ്പും ഒന്നിച്ചിട്ട് വരി, എന്നിട്ട് കൊണ്ടുവരായിരുന്നു. അല്ലേ? മക്കാ മുശ്രിക്കുകളോട് അള്ളാഹു പറഞ്ഞില്ലേ ഖുർആനെതിലൊരു ആയത്ത് കൊണ്ടുവരാൻ എല്ലാ ദൈവങ്ങളെയും വിളിച്ചോളിയെന്ന്. എല്ലാ മൗലവിമാരെയും വിളിച്ചോളി, യോഗം കൂടിക്കോളി, എന്നിട്ട് തേരിങ്ങൾ കുത്തുബ മലയാളത്തിലാക്കാൻ ഒരു ഹദീസ്. എന്തൊരു സുഖം നോക്കുകയാണെങ്കിൽ ഈ LCD കണ്ടുപിടിച്ച ആള് മലയാളത്തിൽ നടത്തണമെന്ന് കിട്ടിയത് ബുദ്ധി ഉപയോഗിച്ചതാ. ജുമാ ഖുതുബ ഉപദേശമാണ്. ഉപദേശം അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. എന്താ ഉപയോഗിച്ചത്? നൂറോട് ചിന്തിച്ചാല് താനോട് ചിന്തിച്ചതാ, ബുദ്ധി ഉപയോഗിച്ചു. അല്ലല്ല, നിങ്ങൾ ആ പറഞ്ഞുകൊണ്ട് ചിന്തിച്ചതാണ്. തലോണ്ട് ചിന്തിച്ചതാണെങ്കിൽ ഖുതുബ ഉപദേശമാണ്, ഉപദേശം തിരിയേണ്ടതാണ്. നിങ്ങൾ തലോണ്ട് ചിന്തിച്ചിട്ട് കിട്ടിയിക്കണമെങ്കിൽ അത് തിരിയണമെങ്കിൽ മിമ്പർമ തന്നെ കയറണം. നിങ്ങൾക്ക് ഏത് തലോണ്ടേ കിട്ടി? ആ ഖുതുബ ഓതിയാൽ ഉപദേശമാകണമെങ്കിൽ ആണെന്ന് ഓതണം. എവിടുന്നേ കിട്ടി? അത് ആ പീഡിയ തിരക്കിന്റെ ഇടയിൽ നട്ടുച്ചക്ക് വണ്ടി ചെന്നുകാണ്ട് തന്നെ ചെയ്യണം. നീ എവിടുന്നേ കിട്ടിയത്? അത് തലോണ്ടല്ല, മറ്റോണ്ട് ആലോചിച്ചിട്ട് കിട്ടിയതാ. തലോണ്ടും ചിന്തിച്ചിട്ടില്ല നിങ്ങള്. താനോട് ചിന്തിച്ചതാ, ബുദ്ധി ഉപയോഗിച്ചു. ആലോചിച്ചിട്ട് കാര്യമല്ല. എത്ര മാപ്പിളാര ഖുതുബ ബാത്തിലാക്കി നിങ്ങൾ. ഖുർആനുക്കും സുന്നത്തുക്കും എന്ന് പറഞ്ഞ് മുസ്ലിം ഉമ്മത്തിനെ ക്ഷണിച്ചത് എവിടുക്കാ? സാധാരണ മുജാഹിദുകൾ ചിന്തിക്കണം മതയുക്തിവാദത്തിലേക്കാണ്. ഈ മതയുക്തിവാദം തമ്മിൽ ഏറ്റുമുട്ടി, ചങ്ങരംകുളവും മടവൂരും തമ്മിൽ ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടിയ സമയത്ത് ഇപ്പൊ 10 കൊല്ലത്തെ ഏറ്റുമുട്ടലിന്റെ പാപഭാരം മുഴുവൻ സക്കരിയാന്റെ പെരടിയിൽ വെക്കുന്നുണ്ട്. അത് ശരിയല്ല. അന്ന് സക്കരിയാന്റെ കൂടെ ജിന്നിനെ വിളിച്ചാൽ പ്രാർത്ഥനയല്ല. അതുപോലെ വിജന പ്രദേശത്ത് വെച്ച് അള്ളാന്റെ അടിയാറുകളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാകൂല എന്ന് സക്കരിയ സ്വലാഹിയും ജബ്ബാർ മൗലവിയും എഴുതി പഠിപ്പിച്ചപ്പോൾ അതിന് ഹലോലുയ്യ പാടി ചങ്ങരംകുളം മുജാഹിദ് എല്ലാരും. അന്ന് അനസ് മൗലവി സക്കരിയ സ്വലാഹിയെയും ജബ്ബാർ മൗലവിയെയും ന്യായീകരിച്ചുകൊണ്ട് അൽ-ഇസ്ലാഹിൽ എഴുതിയ അഥവാ ജിന്നുകൾ വിജന പ്രദേശത്ത് വെച്ച് സഹായിക്കുമെന്ന വാദത്തിൽ പ്രാർത്ഥനയില്ല, ശിർക്കില്ല എന്ന് പ്രസംഗിച്ച് ന്യായീകരിക്കുകയാണ്. ഒരാൾ
ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? തെറ്റ് മടവൂർ മുജാഹിദ് അതിൽ തെറ്റുണ്ട്, ശിർക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ ചങ്ങരംകുളം മുജാഹിദ് ഒന്നിച്ചു പറഞ്ഞു അതിൽ തെറ്റില്ല, അതിൽ ശിർക്കില്ല. പക്ഷേ ഈ മതയുക്തിവാദത്തിൽ അത് പാസ്സാക്കിയെടുക്കാൻ കഴിയൂല. മുജാഹിദ് ചങ്ങരംകുളത്തിൽ വരട്ട് ചൊറി പടരാൻ തുടങ്ങി. അപ്പൊ തുടങ്ങിയേ ഇപ്പൊ ഈ ചെയ്ത്താനും ചിന്നൊക്കെ കൊണ്ടിറക്കാനാണെങ്കിൽ നമ്മളിപ്പോ എന്തിനെ മുജാഹിദായി വീണ്ടും തുടങ്ങിയ ആലോചന. അങ്ങനെ ചങ്ങരംകുളം മുജാഹിദിൽ ഒരു മൗലവി പറഞ്ഞു, ഇപ്പൊ ആകെ ചെയ്ത്താൻ കൂടിയ കാല. എവിടെ? നമുക്കില്ലട്ടോ. ഹദ്ദാദും റാത്തീബും കുത്തുബിയത്തൊക്കെ ജനകീയായപ്പോ ചെയ്ത്താൻ പോയ വഴി കാണാനില്ല. പക്ഷെ ഇപ്പോഴാണ് അത് അറിയുന്നത്, അത് ഇടവണ്ണി മുണ്ടങ്കേരി മോദായിയൊക്കെ ഉള്ളത്. അപ്പോ മൗലവി പറയണം, ഇപ്പൊ ചെയ്ത്താൻ കൂടിയ കാല, പനിച്ചാ നാശം ചെയ്തതാന്നാ പറയുന്നത്. അല്ലെ ഇപ്പൊ ചെയ്ത്താൻ കുറച്ച് കൂടിയ കാലാപ്പോ. മനുഷ്യര് പനിച്ചാ പറയാ ചെയ്ത്താനും ജിന്നുമാണ്. ഈ കോലത്തിൽ എവിടുന്ന് ഈ പ്രസ്ഥാനം തുടങ്ങി അവിടെ കൊണ്ട് കെട്ടിയിട്ടേ അടങ്ങുള്ളൂ. ഓടിയോടത്തോളം റിവേഴ്സ് ഗിയറിൽ ഓട്ടണം എന്നുള്ള കോലത്തിൽ നടക്കുന്നേ. പഠിച്ചു മറിയാന്ന് പറഞ്ഞില്ലേ? ജാതി അടങ്ങേറുന്ന് ഒന്ന് മനുഷ്യന്മാർക്ക് മോചനം നേടാൻ നമ്മളെ വാപ്പാര് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. പക്ഷെ എന്തുണ്ടായി? പട മേടിച്ച് പന്തോളത്ത് പോയപ്പോ പന്തം കൊളുത്തിപ്പടാന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ മുജാഹിദ് എത്തിയത് എവിടുത്താ? തേങ്ങട്ട ജിന്നിന്റെ തലയിൽ, വാതിലടച്ച ജിന്നിന്റെ ഊരക്ക്, ഇവിടെയാണ് ഇപ്പൊ മുജാഹിദ് എത്തിയത്. ഒന്ന് ആലോചിച്ചോ നിങ്ങള്. മാത്രമല്ല ഇപ്പൊ പീഡികത്തിണ്ണയിലിരിക്കണ ചെറുപ്പക്കാരെടുത്ത് പോയിട്ട് അതിൽ മതവും ജാതി ഒന്നും നോക്കണ്ട, ഏത് ജാതി ആയാലും വേണ്ടില്ല, മനുഷ്യന്മാരെ മുന്നിൽ ചെയ്ത എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചോദിക്കും, എന്താ സാർ മുജാഹിദ് ഞങ്ങൾ പറഞ്ഞു ചോദിച്ചു. മുജാഹിദ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിജാതനെ പറ്റില്ലേ എന്ന് ചോദിക്കും. ഈ ജാതി പരസ്പര പൂരകങ്ങളായി ഈ പ്രസ്ഥാനം ചെയ്താനും മാറിയപ്പോ അത് ഞാൻ വെറുതെ പറയല്ല, മുജാഹിദ് മൗലവി എന്നെ പറയണം. ഒരു മൗലവി ഇങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങാടി എന്ന് പറയാത്ര ജിന്ന് മൗലവി അതാ പോണ്. അതാരാ മോനെ പോണത്? അത് ജിന്നാ മോനെ. ഈ വരുന്നതാരാ? അത് ജിന്ന് മൗലവിയാ മോനെ. ആ വരുന്നതാരാ? അള്ളാഹുവിന്റെ ദീന് പറഞ്ഞതിന്റെ പേരിൽ, ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ, യാഥാർത്ഥ്യം വിശദീകരിച്ചതിന്റെ പേരിൽ ജിന്ന് മൗലവി എന്ന് പറയുന്നുണ്ടല്ലേ. എന്നാലേ 80 കൊല്ലം മാലിന്യങ്ങളങ്ങൾ വിളിച്ചതെന്താ? നവയാഥാസ്ഥികരെന്നല്ല, യാഥാസ്ഥികർ. നവയാഥാസ്ഥികർ എന്ന് പറയുമ്പോ ഒരു ചെറിയൊരു വെറൈറ്റി കൂട്ടി കൊടുക്കുന്നുണ്ടല്ലേ. ഇത് തനി യാഥാസ്ഥികർ, ഖുറാഫികൾ, അതുപോലെ പുരോഹിതന്മാർ, ജനങ്ങളെ മുതൽ തിന്നുന്നവർ. എന്തിന്റെ പേരിൽ? നിങ്ങൾ പൂഴ്ത്തിവെച്ച പ്രമാണം പറഞ്ഞതിന്റെ പേരിൽ, ഹജ്ജിന് ബുദ്ധിപറ്റൂലാന്ന് പറഞ്ഞതിന്റെ പേരിൽ, ദീന് മതയുക്തിവാദമല്ലാന്ന് പറഞ്ഞതിന്റെ പേരിൽ 80 കൊല്ലം വഹാബീസത്തിന്റെ പഴി കേട്ടവരാണ് കേരളീയ മുസ്ലിങ്ങളോ. പക്ഷേ ഞങ്ങൾ പ്രമാണം കൊണ്ട് പ്രതികരിച്ചിട്ടുള്ളൂ. നിങ്ങൾ സമുദായത്തിനെതിരെ ചാരിയ പഴികളൊക്കെ സ്വയം നിങ്ങൾ സഹിക്കേണ്ടി വന്നതാ. സക്കരിയ സുലായി പറയപ്പോ 10 മുജാഹിദീങ്ങൾ കൂടിയുള്ള സ്ഥിതി നിങ്ങൾക്ക് അറിയാം. ഒരു കൂട്ടം മുജാഹിദീങ്ങൾ ഇതാ കോക്കസ, വേറൊരു കൂട്ടം ഇതാ ജിന്നേക്കാരല്ലേ. ഈ ജാതി അവസ്ഥയാണോ അടിയില് പറയേണ്ടി വന്നത് കൊണ്ടാണ് ഒരു തരം ചാരപ്പണി നമ്മുടെ പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ കാലമായിട്ട്. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. മുജാഹിദ് പ്രവർത്തകർ തമ്മിൽ കണ്ട എന്തൊരു സ്നേഹമായിരുന്നു അല്ലേ? ഏതൊരു സ്ഥലത്ത് ചെന്നാൽ അവിടെ ഒരു മുജാഹിദ് പ്രവർത്തനം ഉണ്ടെന്നാൽ എന്തൊരു സന്തോഷമായിരിക്കും. ഇന്നിപ്പോ സംശയ ഇപ്പം ഏതാ? മറ്റേ കോക്കസ. നമ്മളെ കാണുമ്പോ ഇപ്പൊ ജിന്ന. ഇപ്പൊ നോക്കിക്കള്, മടവൂരികൾ ഉപയോഗിക്കുന്ന അതേ പദങ്ങൾ അവർ ഉപയോഗിക്കുന്നത്. ജിന്നൂരികൾ, നവയാഥാസ്ഥികർ, ഖുറാഫികൾ എന്നൊക്കെ നമ്മളെ സംബന്ധിച്ച് പറയുന്നത് നേരെ ഇങ്ങോട്ട് കടമെടുത്തു. അതിന്റെ രസം എങ്ങനെ ഉണ്ട് അല്ലേ? 40 മീറ്റർ നാക്കൊണ്ടാണ് മൗലവി ഇത്രയും കാലം ഞമ്മക്കെതിരിൽ ഈ പതൊക്കെ പറഞ്ഞു. ഖുറാഫി എന്നല്ലാതെ ഇയാളെ ചങ്കുന്ന് വരലില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് മൗലവി? അത് കേൾക്കാൻ നല്ല രസമുണ്ടോ? ഇപ്പൊ അത് കേൾക്കുമ്പോ നല്ല ആവേശമുണ്ടോ? അനുഭവിക്കും. മണ്ടിയിലും വേണ്ട മൈലം മൂരിക്കും കിട്ടിയെന്ന് നമ്മൾ പറയുന്ന ഭയമൊഴിയില്ലേ? അതാണ് ഇതൊക്കെ അല്ലേ? ഇനി സഹോദരന്മാരെ നോക്കിങ്ങള്, എത്രത്തോളം ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന് ഇത്രത്തോളം ഗതികേട് വരുമോ? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വഹാബിസത്തെ ഗണ്ണിക്കുമ്പോ നമ്മൾ പോലും ആലോചിച്ചില്ല എങ്ങനെയൊക്കെ സംഭവിക്കുന്നു. നമ്മൾ വരെ കരുതിയതല്ല അല്ലേ? സത്യം പറയാം.
ഇന്നെപ്പോലത്തെ സാധുക്കളൊന്നും കരുതിയിട്ടില്ല. ഒരു മുജാഹിദ് മൗലവി പറയാ ഐ മുജാഹിദ് എന്ന് പറഞ്ഞ് അങ്ങാടിക്ക് ഇറങ്ങണമെങ്കിൽ തലയിൽ മുണ്ടണം. എന്തിനാണ് ഈ പേരേറ്റി നമ്മൾ നടക്കുന്നത്? കാരണം ജിന്ന് പറഞ്ഞാൽ ചെയ്ത്താൻ പറഞ്ഞാൽ ജിന്ന് പറഞ്ഞാൽ മുജാഹിദ് പറഞ്ഞാൽ കുട്ടിച്ചാത്ത. ഈ ഒരു ഗതികേട് ഇവിടെ കേരളത്തിൽ, അതും ഈ നൂറ്റാണ്ടിലൊക്കെ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ LKG ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ മൗസ് പിടിക്കൽ തുടങ്ങി. ആ കാലത്തൊക്കെ ഇജാതി കേൾക്കാന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ പേര്? നമുക്ക് ആ പേരൊന്ന് മാറ്റിക്കൂടെ? നവോത്ഥാനത്തിന്റെ പര്യവസാനം എന്തെന്ന് വെച്ചാൽ എത്ര സംഘങ്ങളാണ്, എത്രയോ കോലങ്ങളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളൊക്കെ ഈ സമൂഹത്തെ പഠിപ്പിച്ച പലതിലേക്കുമാണ് പഠിപ്പിച്ച് അതിൽ നിന്ന് മോചിപ്പിച്ചെടുത്ത പലതിലേക്കുമാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ജിന്നുബാധയായിരുന്നാലും ചെകുത്താൻ കൂടലായിരുന്നാലും കൊല്ലി തൊട്ട് മൂപ്പർക്ക് വികാരം. എന്തൊരു വികാര തള്ളിക്കാണ് അല്ലേ? 19 കൊല്ലം എടുത്ത പണി മുഴുവൻ അത്തയ്യാത്തിൽ ഒളിഞ്ഞ മാതിരി ആയി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഹോമവും മന്ത്രവാദവുമായിരുന്നാലും നമ്മൾ എന്തിനെ സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞത്? ഖുർആൻ പഠിക്കാൻ, ഖുർആൻ ആശയം ഗ്രഹിക്കാൻ, അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ. ആ പരിശുദ്ധ ഖുർആൻ ഏതെങ്കിലും രൂപത്തിൽ ഓതിയൂതാനോ ബാധ ഒഴിപ്പിക്കാനോ ഉള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് ഖുർആനിന്റെ ശരിയായ ആശയത്തെ ആഴത്തിൽ ഇറക്കാൻ ശ്രമിച്ച ഈ പ്രസ്ഥാനം തന്നെ, അതിന്റെ പേരിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ആ ഖുർആൻ തെറാപ്പി നടത്തിക്കൊണ്ട് ജിന്നിനെ അടിച്ചിറക്കലും അതുപോലുള്ള കൗൺസിലിംഗ് സെന്ററുകളും ഇങ്ങനെ പലതും സ്ഥാപിച്ചുകൊണ്ട് ഇതെല്ലാം നടക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലേബിളിലാണ് എന്ന് പറയുമ്പോൾ വിനയപൂർവ്വം എനിക്ക് തോന്നിപ്പോവുകയാണ്, നേതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, എന്തിനാണ് ഈ പേരും ചുമന്നുകൊണ്ട് നീ നടക്കുന്നത്? നമുക്കൊരു പുതിയ പേരിനെ കുറിച്ച് ആലോചിച്ചുകൂടെ? കാരണം ഈ സമൂഹത്തിലെ എന്തെല്ലാം അധാർമികതകൾ ചെയ്താലും ശരി, ആ പേര് പറഞ്ഞുകൊണ്ടുള്ള പാണ്ഡിത്യത്തെയും ആ പേര് പറഞ്ഞുകൊണ്ടുള്ള സ്ഥാപനത്തെയും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ പേറേണ്ടി വരുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. നമ്മളുടെ മുഖത്ത് കഴിഞ്ഞ 1-2 ദിവസങ്ങളായി പലരും നോക്കുന്നത് സംശയത്തോടു കൂടിയാണ്. ഞാൻ അതിന്റെ വിശകലനത്തിലേക്ക് പോകുന്നില്ല. ചിലരെങ്കിലും അവരുടെ ആ നോട്ടത്തിൽ തന്നെ ചില ചോദ്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ഈ സദസ്സിന്റെ മുമ്പാകെ പറയേണ്ടതില്ല. ഇനി ഞങ്ങൾ എങ്ങനെയാണ് പണ്ഡിതന്മാരെ വിശ്വസിക്കുക? ഇതാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അതന്നെ അപ്പൊ ഞങ്ങൾ ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? അതന്നെയാണ് സാധാരണ മുജാഹിദീങ്ങൾ ചിന്തിക്കുന്നതിന്റെ അർത്ഥം. എന്നിട്ട് അയാൾ പറയാ പേര് മാറ്റിക്കൂടെ? മൗലവിമാരെ, നിങ്ങൾക്ക് പേര് മാറ്റാം, നിങ്ങൾക്ക് പ്രമാണം മാറ്റാം, നിങ്ങൾക്ക് പടച്ചവന്റെ കോലം രൂപപ്പെടുത്താം. 2004 ഒരു തൗഹീദും 950 വേറൊരു പടച്ചോറുമാകാം. KM മൗലവിക്കൊരു നിസ്കാരവും നിങ്ങൾക്കൊരു നിസ്കാരവുമാകാം. അതേ നിങ്ങൾക്ക് ഒരു തൗഹീദ് 2010 ഒരു തൗഹീദും 12 വേറൊരു തൗഹീദുമാവാം. പക്ഷേ ഞങ്ങൾക്ക് പേര് മാറ്റാൻ കഴിയില്ല. മരണം വരെ മുസ്ലിങ്ങളാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മരണം വരെ മുസ്ലിമായി ജീവിക്കണമെന്ന് കൊതിക്കുന്നു. ആരുടെ മുന്നിലും മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിന് വഴിതടസ്സമാകാതെ മാറിപ്പോരൂ. ഇടമറിവിന്റെ വണ്ടിയിൽ കയറി രക്ഷപ്പെടൂ. ഈ സമുദായത്തെ വെറുതെ വിടൂ. അല്ലാതെ പേര് മാറ്റിയ തീരുന്നല്ല, ഓമട്ടാലും തീരൂലത്. ഏടമറിവിന്റെ വണ്ടി നിങ്ങളെ കയറി ഈ ഉമ്മത്തിനെ വെറുതെ വിട്ടു തരികയെന്നല്ലാതെ നിങ്ങൾ ഏത് പേരാക്കിയാലും, നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും, നിങ്ങൾ ഏത് മതം പുൽകിയാലും സമുദായത്തിന്റെ പ്രശ്നം അതല്ല. വിവരമില്ലാത്ത സാധാരണക്കാരിൽ ഇനിയും നിങ്ങൾ ആശയത്വം സൃഷ്ടിക്കല്ല. അപ്പൊ എന്തായി? ചങ്ങരംകുളം മുജാഹിദ് തന്നെ, ഇത് വടവൂർ മുജാഹിദാ, ചങ്ങരംകുളം മുജാഹിദ് തന്നെ ഒത്തുവാസം എന്തായിപ്പത്? എവിടെ എത്തിയപ്പോൾ പാകെ ചെയ്താനായ അങ്ങനെ വാതിലടക്കാനും തേങ്ങടാനും ചെയ്യാത്ത കോലം വന്നപ്പോൾ സഹോദരന്മാരെ, അവിടെ മാത്രല്ല, ഈ പഴയ തൗഹീദ് മാറ്റി പുതിയൊരു തൗഹീദായിട്ട് വന്നാൽ ഇനി മുസ്ലിയാക്കന്മാരെ മുന്നിൽ എന്തിനു പറ്റൂല, ഒരു സംവാദത്തിന് ഇരിക്കാൻ പറ്റൂല എന്ന് മൗലവിമാർക്ക് മനസ്സിലായി. അത് നന്നായി മനസ്സിലാക്കി സക്കരിയ, അനസ് മൗലവി, അനീഫാക്കായക്ക്. ഇതിങ്ങനെ വളഞ്ഞിൽ ഇൻസുടിങ്ങ മാതിരി ചങ്ങരംകുളം മുജാഹിദിന്റെ പിറകിൽ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇടത്തെ നാട്ടുകാരെ മുജാഹിദീങ്ങൾ ഒരു മുഖാമുഖം വെക്കുന്നത്. ആ മുഖാമുഖത്തിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ഒരു പ്രമേയം.
അപ്പൊ സക്കരിയ സ്വലാഹി പറഞ്ഞു ആ വിഷയം നമുക്ക് വേണ്ട, അത് വേണ്ടാന്നാ പിന്നെ മുജാഹിദില്ലാന്ന് അതിന്റെ അർത്ഥം. അപ്പോ അനസ് മൗലവി പറഞ്ഞു പറ്റൂല, അത് വേണം, അല്ലെങ്കിൽ നാട്ടുകാർ കൂട്ടൂലേ. അപ്പോ അതിന്റെ വകയാണ് അനസ് മൗലവി എന്നോട് അപ്പൊ സക്കരിയ പറഞ്ഞു എന്നാ പിന്നെ നമ്മൾ ഇതുവരെ പറഞ്ഞ വേളയിട്ട് പോയാൽ പറ്റൂല, നമ്മളൊരു പുതിയ പോളിസി ഉണ്ടാക്കണം. ഈ പോളിസി എന്ന് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തെരഞ്ഞ് ഡിക്ഷണറി പോണ്ട, ഒരു നുണ പുതിയത് ഉണ്ടാക്കി പോണം എന്നതിന്റെ പച്ച പറയണം. അതില്ലാതെ പോയാൽ പെടും. അപ്പൊ അനസ് മൗലവി പറഞ്ഞു ഇനിയിപ്പോ പുതിയതൊന്നും കാണാപ്പാടം പഠിച്ചാൻ ഒഴിവില്ല, ഉള്ളതേറ്റ് പോരി. അപ്പൊ സക്കരിയ പറഞ്ഞു ഞാനില്ല, ആ വിഷയം വീണ്ടും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അസ്തിത്വ പ്രതിസന്ധി തൗഹീദിന്റെ പേരിൽ പോയി. അതല്ല ഞങ്ങൾക്കുണ്ടായ വിഷമം. അതിനുശേഷം ഇവിടെ എടത്തനാട്ടുകരയിൽ മുഖാമുഖത്തിന് ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റ് സംഘടിപ്പിച്ചപ്പോ അവിടെ ഒരു വിഷയം, അവിടെ കൊടുത്ത വിഷയം എന്തൊക്കെയാ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ഒന്നതായിരുന്നു. 2 സ്ത്രീ പള്ളി പ്രവേശം രണ്ടാമത്തെ വിഷയം അതായിരുന്നു. ഖുത്ബയുടെ ഭാഷ. ഇങ്ങനെ വിഷയം കൊടുത്തപ്പോ ഈ തൗഹീദിന്റെ ധ്വജവാഹകനും ഇന്നൂറിസത്തിന്റെ നായകനും മാത്രല്ല എന്താ പറയുന്നത്? അതേ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന വിഷയം വേണ്ട. അവിടെ ഞങ്ങൾ ഇടപെട്ടത്, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം തോന്നിയത്. എന്താ നിങ്ങൾ പറഞ്ഞത്? തൗഹീദ് മാറ്റണം മുഖാമുഖത്തിൽ നിന്ന്. എന്തേ കൂടിയിരിക്കുന്നു പേടിച്ചിട്ടാ? മൂപ്പര് പറയാ അത് നന്ദിയിലെ പോലെ കൂടിയിരിക്കാൻ കഴിയില്ലെങ്കിൽ ആ വിഷയം അങ്ങ് മാറ്റിയേക്ക്. ഏത് വിഷയം? തൗഹീദിന്റെ വിഷയം. പകരം എന്ത് ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞത്? നബിദിനവും മരണാനന്തര ചടങ്ങും മുഖാമുഖത്തിന്റെ വിഷയമാണ്. എന്താണ്? നബിദിനവും മരണാനന്തര ചടങ്ങും, 3-ാം ഫാത്തിഹ മുഖാമുഖം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് വേണ്ടാന്ന് നിങ്ങൾ പറഞ്ഞത്. വേണ്ട. എന്തേ കാരണം? ജിന്ന് വരും. നിങ്ങൾക്കറിയാം, ജിന്ന് വരുമെന്ന് നിങ്ങൾ പേടിച്ചു അല്ലേ? എന്നിട്ട് നിങ്ങൾ കൂടിയിരുന്നില്ലേ? 5 ദിവസമോ 3 ദിവസമോ മറ്റോ കൂടിയിരുന്നു ഇവര് ഈ എടത്തനാട്ടുകരയിൽ മുഖാമുഖം നോക്കാൻ. ആദ്യം പറഞ്ഞു വേണ്ട. റഫീഖ് സലഫി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷെയ്ഖ് സമ്മതിക്കുന്നില്ല. ഞാൻ ചോദിച്ചു ഷെയ്ഖോ? അതെ, സക്കരിയ ഷെയ്ഖ് സമ്മതിക്കുന്നില്ല. എന്ത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം വിഷയം വേണ്ടെന്ന് മൂപ്പര് പറയണത്. മരണാനന്തര ചടങ്ങ് നബിദിനവും മുഖാമുഖം വെക്കാൻ. ഞാൻ ചോദിച്ചു അതെന്താ കാര്യം? ജിന്ന് ചോദ്യം വരും, അത് പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഞാനാ പറഞ്ഞത് എന്ത്? അങ്ങനെ തൗഹീദ് പറയുന്നതിൽ ഒരു തടസ്സമായി ജിന്നുണ്ടെങ്കിൽ ആ ജിന്നിനെ ഓടിക്കുകയല്ലേ, അതെ തൗഹീദ് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാപ്പാടം പഠിച്ച ഈ 10-20 ആഴ്ചയായിട്ട് കുട്ടികളെ പോറ്റുന്നത് മുടങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഇതന്നെ പറ്റുള്ളൂ. സത്യത്തിൽ എന്താന്ന് ചോദിച്ചാല് മൂവാറ്റുപുഴ സംവാദത്തിൽ എന്ത് ചെയ്തു? ജബ്ബാർ മൗലവിനും സക്കരിയ സ്വലാഹിനും പച്ചിൽ അനീഫായ കൂടി മുശ്രിക്കാക്കി. യഥാർത്ഥത്തിൽ ഓല് ഉദ്ദേശിച്ചത് അതല്ല. എടത്തനാട്ടുകാരെ മുഖാമുഖത്തേക്ക് ഈ സാധുവിനെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് അറക്കാനാ കരുതി. അവിടെ സക്കരിയാനെ ഇരുത്തിയിട്ട് മൗലവി മുസ്ലിക്കയക്കണിട്ടോ എന്ന് പറഞ്ഞ് അവിടുന്ന് മാമോദീസ മുക്കാനാണ് ഇതിൽ കരുതിയത്. അത് സക്കരിയ സ്വലാഹി മണത്തറിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ഫോൺ വിളിച്ചിട്ട് ഒന്ന് ഇരിക്കണം, നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയണം, നിങ്ങൾ അവിടെ ഞാൻ കുളത്തിൽ ഇറക്കരുത്, അവിടെ പിന്നെ ബദരീങ്ങളെ വിളിക്കേണ്ടി വരും എന്നൊക്കെ സക്കരിയ മനസ്സിലാക്കി. അപ്പൊ എന്ത് ചെയ്തു? അനീഫ കായക്കൊടിക്കും അനസിനുള്ള പ്ലാന് പൊളിയല്ലോ. അനസും അനീഫും എന്ത് ചെയ്തു? ഈ സാധു ഫോൺ വിളിച്ചെടുക്കൂല. അപ്പോ ആ സക്കരിയ പറയാ ഉള്ളത് നമ്മൾ ഒരു ഭാഗം മാത്രം കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ മാന്യമായി മദ്യം പറയണല്ലോ. സക്കരിയ പറയാ ഞാൻ 2 ദിവസം വിളിച്ചു, അന്നും വിളിച്ചു, ഒരാള് ഫോൺ എടുക്കൂല, ഒരാള് സ്വിച്ച് ഓഫ് ആക്കി. അപ്പൊ സക്കരിയ പറഞ്ഞു എന്റെ ഞാൻ ഉപയോഗിക്കുന്ന മൊബൈലും കമ്പനി അങ്ങനെ ചില ആനുകൂല്യമൊക്കെ തന്നിട്ടുണ്ട്, അന്ന് ഞാനോട് ഓഫാക്കി, ഞാൻ മുഖാമുഖത്തിന് പോയില്ല. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്ത് മുഖാമുഖത്തിന് ശംസുദ്ദീൻമാനത്തെ ഇവിടുന്ന് വണ്ടി ഇറങ്ങും, മജീസറായി തിരിച്ചുകൊണ്ട് അക്കാറിലുണ്ടിറങ്ങും. മറ്റേയാൾ ഇങ്ങനെ അങ്ങനെ 3 ഭാഗത്ത് നിന്ന് സ്റ്റേജിൽ കയറണമാതിരി സുന്യാലായിട്ടുള്ള മുഖാമുഖത്തിന് പോകാൻ പറ്റൂല. അത് വേറൊരു പോയിന്റ്, അതവിടെ വരത്ത് വെച്ചത്. കാളമൂത്ര സാഹിത്യം വായിച്ച മുഖാമുഖം കിതാബ് നോക്കിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നമ്മൾ ഇരിക്കണം. വാദപ്രതിവാദത്തിനും മുഖാമുഖത്തിനും മുന്നോടിയായി ദിവസങ്ങളിരുന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ജമിയത്തുവിന്റെ പഴയകാല നേതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെയല്ലേ? അപ്പൊ പറഞ്ഞു നമുക്ക് ഇരിക്കാം, എപ്പോഴാ? നാളെ ഇരിക്കാം, മറ്റന്നാ ഇരിക്കാം. അവസാനം പറഞ്ഞു നാളെ മുഖാമുഖാണ്, നാളെ രാവിലെ എന്തായാലും ഇരിക്കാം. എനിക്ക് ബേജാറില്ലാൻ കാരണം എന്താ അറിയോ? ഈ വിഷയത്തിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആണ്ടോ കാണി ചെറിയ പ്രശ്നം. ഇത് ചെറുതാണെങ്കിൽ പൊന്നാര ചങ്ങായിമാരെ നിങ്ങൾക്ക് ഇനി വലുതാക എവിടെയാണ്? അത് സ്റ്റേജിൽ വരുമ്പോൾ വ്യക്താകാതിരിക്കണമെങ്കിൽ ഒരു പോളിസി തീരുമാനിക്കണം. അതാ ഞാൻ പറഞ്ഞു, അതിന്റെ അർത്ഥം മനസ്സിലാലോചിച്ച് പോണ്ടെങ്കിൽ ഒരു നുണ ഉണ്ടാക്കണം. അതാപ്പ അതിന്റെ മാന. എന്നെ ചോദ്യം വന്നാൽ ഏത് രൂപത്തിൽ മറുപടി പറഞ്ഞു? നമ്മൾ തമ്മിൽ അവിടുന്ന് വാദപ്രയോഗം നടത്താൻ പറ്റും. സക്കരിയാക്ക് അത് പണ്ടേ മനസ്സിലാക്കണം. ഇനി അവിടെ കൊണ്ടുപോയി കുളത്തിലിറക്കും, ഇവരെ കൽബിൽ മറ്റതാണ്.
അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇരിക്കണം, ഇരുന്നിട്ട് ചർച്ച ചെയ്യണം. എന്ത് ചോദ്യങ്ങളൊക്കെ വരാം, അതിനെന്ത് മറുപടി പറയണം, അതിനവരെന്ത് ഉപചോദ്യം ചോദിക്കും, അത് ചർച്ച ചെയ്തിട്ട് പോകണം എന്നാണ് വിനീതനായ എന്റെ അഭിപ്രായം. എന്റെ വിവരക്കുറവ് കൊണ്ടാണ്. ഓ, നിങ്ങൾ അത്ര വിവരമില്ലാത്ത ആളായോ? നിങ്ങളല്ലേ ഷാഫിമാവിന് തിരിഞ്ഞിട്ടില്ലായിരുന്നേ? നിങ്ങളല്ലേ ഷാഫിമാവ് പറഞ്ഞ മസാലയൊക്കെ കുറച്ച് കഴിച്ചിങ്ങനെ എനിക്ക് തിരിഞ്ഞത്? നിങ്ങളെങ്ങനെ ഇപ്പൊ ഇത്ര വിനയുള്ള മുത്തക്കിയായത്? ഓ, കിട്ടേണ്ടതാണ്, കിട്ടിയാല് തോന്നേണ്ടതാണ് തോന്നുന്നു. എന്താ ചെയ്യാ? അപ്പൊ ഇവര് ഇരിക്കാന്നിട്ട് പിന്നെ അന്ന് രാവിലെ വിളിച്ചു നോക്കുമ്പോ ഒരാൾ സ്വിച്ച് ഓഫും ഒരാൾ ഫോൺ എടുക്കണില്ല. അതിന് രണ്ടാളും സ്വഭാവം അതാണ്. അപ്പൊ സക്കരിയ സലാഹിയും ഫോണും സ്വിച്ച് ഓഫ് ആക്കി. ഉപര സ്വഭാവം അതുമാണ്. പോകണ്ടെന്ന് തീരുമാനിച്ചു. അപ്പൊ സത്യത്തിൽ എന്തായി? ഇനി ഈ മനുഷ്യനിർമ്മിത വാദം നമ്മൾ 70 കൊല്ലം പറഞ്ഞത് മാറ്റിയിട്ട് സിഹുറും ചിന്നൊക്കെ പറയാൻ നിന്നാൽ ഈ കപ്പല് പോയി. സുന്യാളെ മുന്നിൽ വാദപ്രതിവാദത്തിന് പോകാനും കഴിയൂല. ആ പശ്ചാത്തലത്തിലാണ് മൂവാറ്റുപുഴ സംവാദത്തിന് വേദി ഒരുങ്ങണേ. അപ്പൊ എന്ത് ചെയ്തറിയോ? ഇനി കാത്തുനിന്നിട്ട് കാര്യമല്ല. നമ്മൾ വേഗം എന്ത് ചെയ്യാ? സംവാദത്തിന് പോവുക. അവിടുന്ന് തുറന്ന് പറയാം അത് ശിർക്ക് തന്നെയാണ്, ജിന്ന് സഹായിക്കും എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അതിനിപ്പോ യോഗം കൂടിയിട്ട് സാധാരണ മുജാഹിദുകളെ ഖുർആനും സുന്നത്തും നോക്കിയിട്ടാ മൗലവിമാര് മതം പറയുന്നത് നല്ലേ? ഇത്രയും കാലം നിങ്ങൾ കരുതിയത്, എന്നാൽ 10 കൊല്ലം പുതുതായി പറഞ്ഞ തൗഹീദ് വീണ്ടും മാറ്റിയിട്ട് ശിർക്കാക്കുന്ന കോലം കണ്ടോ? എങ്ങനെയാ ശിർക്കാക്കിയത്? ആയത്തിന്റെ അർത്ഥം മാറി മനസ്സിലാക്കിയതാണോ? അല്ല, മൗലവിമാരെ വിളിച്ചു. ജിന്ന് സഹായിക്കുമെന്ന് പറയുന്ന സക്കരിയാന്റെ ആൾക്കാരെ വിളിച്ചതുമില്ല. എന്നിട്ട് അവിടെ വെച്ചിട്ട് മൗലവിമാര് പറഞ്ഞു, ജിന്നിനോട് സഹായം തേടിയ ശിർക്കാവും എന്ന് പറയുന്നവരൊക്കെ ഒന്ന് കൈയൊന്നിച്ചാണ്. അസംബ്ലിയിൽ കുട്ടികളെ കൊണ്ട് തല എണ്ണണ മാതിരി മൗലവിമാര് ഇങ്ങനെ എണ്ണിയപ്പോ തോന ആൾക്കാർ പറഞ്ഞത് ശിർക്കാവുന്നാണ്. അന്നഞ്ഞ് ശിർക്കാവുന്ന നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് മൂവാറ്റുപുഴാണ് പ്രഖ്യാപിച്ചളി ആണ് പോയിക്കോട്ടെ. സക്കരിയും ജബ്ബാറും മുശ്രിക്കായിട്ട് അത് പറയാതിരുന്ന ഞങ്ങൾ കുറ്റക്കാരല്ലേ? ഇയാൾ ചെയ്തത്. എന്നിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ദൗറ മുനീർ മദനി വിളിച്ചു, സക്കരിയ സലാഹി യായ്വാദുള്ള അയിനൂനി ഒരു ചർച്ച ഉണ്ട്, ഇനി എന്താ പോയി ചർച്ചയാണ്? അല്ല നിങ്ങൾ വേണ്ട, നിങ്ങൾ വിശ്വാസിക്കും. ഞാൻ എന്തിനാ വിശ്വാസിപ്പിക്കണു? ജബ്ബാറുലിനെ വിളിച്ചതാണ്. കാരണം ഞമ്മക്ക് ഇജ്ജ് എന്തിനാ ചർച്ച? കള്ളപ്രചരണം നടത്തി, ശിർക്കാരോപണം നടത്തി, അധികാരം പിടിച്ചിട്ട് പിന്നെ ചർച്ച. ഞാൻ വരൂലായിരുന്നു, ഞാൻ പോയില്ല. അബൂബക്കർ സലീം വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ കുറച്ചാൾ കളിച്ചു. എന്നിട്ട് ഒന്നാമത്തെ ചർച്ച കഴിഞ്ഞു. ഒന്നാമത്തെ ചർച്ചയിൽ അത് ശിർക്കാണെന്ന് പറയാൻ കുറച്ചാളുകളും ശിർക്കാണെന്ന് പറയാൻ പറ്റൂല എന്നൊക്കെ ഒരാളും. അപ്പൊ അയാൾ അവസാനം കഴിച്ചു. ശിർക്കാന്ന് പറഞ്ഞാൽ ആരൊക്കെ? 1, 2, 3 എണ്ണി. അപ്പൊ ശിർക്കാന്ന് പറഞ്ഞാലാണ് അധികം. ഇങ്ങനെ ഭൂരിപക്ഷം തീരുമാനിക്കാം. അടുത്ത ചർച്ച കേട്ടിട്ട് 10 കൊല്ലം തൗഹീദായത് വീണ്ടും ശിർക്കാകുന്ന രസതന്ത്രം വഹാബിസം കണ്ടുപിടിച്ചു. എന്നിട്ടോ അങ്ങനെ ജമിയത്തുൽ ഉലമ യോഗം കൂടിയിട്ട് ശിർക്കാന്ന് പറഞ്ഞപ്പോ കുഞ്ഞാടുകൾ അതിന് ഹലൂലയ്യ പാടാൻ തുടങ്ങി. കാരണം TP അബ്ദുള്ള കോയ മാതിരി പണ്ടേ പറഞ്ഞു കൊടുത്തിക്കണ്, നിങ്ങൾ ഇങ്ങനെ ഈ ജമിയത്തുൽ ഉലമ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്ന് വലിയ തിരിഞ്ഞോലാകാൻ നിൽക്കണ്ട. കബറിൽ മലക്കൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളെ നമ്പർ കൊടുത്താൽ മതി, ബാക്കി നമ്മൾ പറഞ്ഞോളാന്ന് പണ്ട് പറഞ്ഞു കൊടുത്തിക്കണല്ലോ. അപ്പൊ അനസ് മൗലവി തീരുമാനിച്ചു, അതിലെന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അനസ് മൗലവി തിരുത്താൻ തുടങ്ങി. അതിലേ പ്രശ്നമുള്ളൂ എന്നുള്ളടത്ത് എത്തി. അങ്ങനെ അനസ് മൗലവി തൗബ ചെയ്തതും ആ തൗബയെ കുറിച്ച് സക്കരിയ സലാഹിയുടെ ഡയലോഗും കേട്ടോ. തീരോ? അനസ് മൗലവി കരഞ്ഞാ തീരുന്ന പ്രശ്നമല്ല ഇത് കേട്ടോ. അനസ് മൗലവി കരയുന്നോളി, ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല. ഞങ്ങള് മൗലവി ഒരു തെറ്റ് ചെയ്ത് കാരണം അള്ളഹാനോട് തൗബ ചെയ്യാം. തൗബ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് മൗലവിന്റെ കിബിറ് പുറത്തു വരാം. നമ്മളങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ലല്ലേ? ഇല്ല. അപ്പൊ സക്കരിയ പിന്നെ എന്തിനാ ചങ്ങായി തൗബ ചെയ്ത്? ഇത് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാ തൗബ ചെയ്തത്? അപ്പൊ തൗബയിലും തട്ടിപ്പ്. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. അപ്പോ മൂപ്പര് പറയാണ് ഞങ്ങളിതാ മാപ്പ് ചോദിക്കുന്നു. എന്നിട്ട് അതിന്റെ ഇടയിൽ പിന്നെ അതിലും ഒരു ചതി. എന്ത്? ഞങ്ങൾ ആ വിശ്വാസം പേറിയിട്ടില്ല. എന്നാ പിന്നെ ഇതിനാ തൗബ ചെയ്യണേ? പിന്നെ തൗബ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ തൗബയിലും ചതി.
എന്തൊരു കഷ്ടം. അപ്പൊ ഈ അബ്ബാർ മൗലവി പറഞ്ഞാൽ ശിർക്കന്നെയാണ് എന്നെ പോലെ മനസ്സിലുള്ളത്. എന്നിട്ടും ശിർക്കല്ല, തെറ്റല്ല. എവിടെയെതിരും ചെറുക്ക് അമ്പലക്കളവിനോട്, എവിടെയെതിരും ചെറുക്ക് അലിമതിനോട്, മനസ്സിലെന്താ ചെറുക്കാണ് എന്നാണ്. പിന്നെ എന്തിനാ തൗബ ചെയ്യണേ? നിങ്ങളെ കാപ്പട്ടി കാണിച്ചിനാവും തൗബ ചെയ്യണേ അല്ലേ? ഇങ്ങനെ ഉണ്ട് ഒരു മനുഷ്യൻ അതപ്പതിക്കല്. അതിപ്പോ ഇന്നലെ ഇന്നും തുടങ്ങിയതാ. ഞങ്ങൾ എത്ര കാലം കേൾപ്പിച്ചിരിക്കണ മൂപ്പരെ ക്ലിപ്പ്. 25 ലക്ഷത്തിൽ 20 ലക്ഷം മുസ്ലിക്കാന്ന് ബാലു പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോ അങ്ങനെ ഒരു ബാക്കയായില്ലാന്ന് കണ്ട് ചങ്ങുകൊല്ലും വീർപ്പിച്ച ആളല്ലേ ഈ അനസ് മൗലവി. അന്ന് എത്ര വട്ടം പറഞ്ഞു. ഇപ്പൊ സ്വകാര്യത്തിൽ വിളിച്ച് അല്ല അനസ് മൗലവി അന്നാ പറഞ്ഞ് ബാലു പറഞ്ഞു തന്നെയല്ലേ, ഇപ്പൊ പറയാ അയാളെ ഈ കാരം. അത് ശരി തന്നെയാ, ഞാൻ ഒന്ന് ഒപ്പിച്ചതാണ് ഇപ്പൊ പറഞ്ഞൂടായില്ല. കാരണം ഇപ്പൊ ചക്കോളത്തിപ്പൂരുണ്ട് രണ്ടാളെ ഇടയിൽ. ഇത് നിങ്ങൾ ഗൗബീത തീരുവോ? നമ്മളെല്ലാരും പറഞ്ഞല്ലേ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ സലഫി പണ്ഡിതന്മാരും തൗബ ചെയ്യാൻ പറ്റുമോ? കുഞ്ഞേമൂലൊരു കുട്ടിവാദ്യമം പറഞ്ഞില്ലേ പെണ്ണുങ്ങളോട്, നമ്മൾ രണ്ടാളും ഒന്നതിന് എന്ന മാതിരിയാ. തൗബ ചെയ്യലേ തെറ്റ് ബോധ്യപ്പെട്ടോല. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ തൗബ ചെയ്യാനും പോണില്ല. ഞങ്ങളൊരു മുജിത്തൈദല്ലേ, ഞങ്ങളും ഖുർആനും സുന്നത്തും നോക്കണുണ്ടല്ലോ. അപ്പോ അബ്ദുറഹ്മാൻ സലഫിക്ക് അത് ശിർക്കാ തോന്നിക്കണോ? എനിക്ക് ഖുർആനിന്ന് തൗഹീദാന്നാ തോന്നിയത്. ഞാൻ എന്തിനാ തൗബ ചെയ്യണ്? ഖുർആനുക്കും സുന്നത്തുക്കല്ലേ മടങ്ങേണ്ടത്, അബ്ദുറഹ്മാൻ സലഫിന്റെ കൗലിക്കാണോ? അതാ പറഞ്ഞു കൊരങ്ങന്റെ കയ്യിലെ കണ്ണാടി. ഇനി കാണിച്ചൊരിക്കും മൂപ്പര് കൊണ്ട് പറയട്ടെ. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. ഞങ്ങൾ തൗബ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു വന്ന നിലപാട് അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനൂ. നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനൂ, വ്യക്തമാക്കുക. ഫൗലൈക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹു പറയുക. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹു പറയാണ് ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾക്ക് പ്രശ്നമാണ്. കാരണം ഞങ്ങൾ തൗഹീദും ഞങ്ങൾ കളിക്കണേ. ഞങ്ങൾക്ക് പെരും പ്രശ്ന. കാരണം 80 കൊല്ലങ്ങൾ ഞങ്ങളെ തൗഹീദുമ്മ കളിച്ചേ അല്ലേ? ഞങ്ങളെ പ്രശ്നം പറയണ്ട. നിങ്ങൾക്ക് പ്രതിയാകാ, വാദിയാകാ, ജഡ്ജിയാകാ, നിങ്ങൾ പല കോലവും കെട്ടും. എന്നാ ഞങ്ങളെ കോലം കെട്ടിച്ചത് നിങ്ങളല്ലേ? പേരോടുത്താതിനെ കുളത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിങ്ങളെന്നെ തള്ളിയിട്ട് നിങ്ങളെന്നെ വിളിപ്പിച്ച് നിങ്ങളെന്നെ മുശിരിക്കുവാക്കിയില്ലേ? നിങ്ങൾക്ക് ഏത് കോലം കെട്ടല്ലേ? ഇതൊക്കെ സഹിച്ചോലല്ലേ ഞങ്ങൾ? എങ്ങനെയുണ്ട് നഞ്ഞ് ബഹുരസ. ജക്കരിയ പറയും, അബ്ബലിങ്ങനെ പറയും, മുസ്ലിമിലുണ്ട്, മറ്റേ പുസ്തകത്തിലുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അത് വായിച്ചു നോക്കണം എന്നൊക്കെ ബല് പറയലുണ്ട്. എവിടെ വായിച്ചു നോക്കണ്? ഖുർആനുക്കും സുന്നത്തുക്കും ജനിക്കണ മുജാഹിദീങ്ങളെ അതൊന്നും തൊട്ടു നോക്കലില്ല. പിന്നെ ഇവര് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താ നിങ്ങള്? ഇവര് ജക്കരിയാക്കെതിൽ പോയി ചെയ്യുന്നുണ്ട്. എന്താ? ഇവര് ഇങ്ങനെ ആയത്തോടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആയത്തോടും. ആ ആയത്തോതിട്ട് എന്ത് ചെയ്യും? ഞമ്മളെ മുശ്രിക്കാക്കും. ഏതുപോലെ? സുന്യാളെ മുശ്രിക്കാക്കിയ മാതിരി ഈ ആയത്തോതിട്ട് ഇപ്പൊ ഞമ്മളെ മുശ്രിക്കാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ശിർക്ക് ചെയ്യണോലാന്ന് പറയാം. അതാണ് ഇതിന്റെ കുട്ടൻസ്. ഇസ്ലാമിക ജീവിതത്തിലുണ്ട്, അത് പോയി വായിച്ചു നോക്കണം. ഈ മുസ്ലിമിനുണ്ട്, അത് പോയി വായിച്ചു നോക്കണം. ആര് വായിച്ചു നോക്കണം? അതിപ്പോ ഇയാള് പറയണം. അപ്പൊ നിങ്ങൾ ഖുർആനും സുന്നത്തും വായിച്ചല്ലേ മുജാഹിദ് ഉണ്ടാക്കി? നിങ്ങളല്ലേ ഷാഫി ഇമാമിന്റെ വാറോലെയാണ് ഈ ഉസ്താദുമാര് നോക്കണത്. ഖുർആനും സുന്നത്തും ഞങ്ങളാ നോക്കണെന്നല്ലേ നിങ്ങൾ പറഞ്ഞിന്? നിങ്ങളാന്നും നോക്കലില്ലല്ലേ? സാധാരണ മുജാഹിദ് നെഞ്ഞത്ത് കൈവച്ച് ആലോചിച്ചോ? അപ്പൊ പറയാൻ കഴിയുന്നില്ല. അതാണ് വാല് അമ്മിന്റെ ചോട്ടിലായി പോയി.
ഹദീസ് നിഷേധികൾ അമ്മിന്റെ ചോട്ടിൽ വാല് വെച്ചിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. പറയാൻ കഴിയില്ല നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു ഗതികേട് നിങ്ങൾ എത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയോ? ശിർക്കാരോപണ മീറ്റിംഗ് അവിടെ നടന്നത്. എടവണ്ണയിൽ കൂടിയത് ശിർക്കാരോപണ മീറ്റിംഗ്. എടവണ്ണ എന്നല്ല, 80 കൊല്ലങ്ങൾ എവിടെയെങ്കിലും മീറ്റിംഗ് നടത്തിക്കണോ അത് മുഴുവതില. പക്ഷെ അതിലിങ്ങനെ പ്രതികൾ മാറുന്നു മാത്രം. ഇപ്പൊ നിങ്ങൾ തമ്മിലാണ്. അതിന്റെ മുമ്പ് ഞങ്ങളെ ഈ പരിപാടിയെ നിങ്ങൾ സമുദായത്തിൽ ചെയ്തിട്ടുള്ളൂ. രാവിലെ 10 മണി രാത്രി 10 മണി ആയത്ത് ഇങ്ങനെ ഓതുക. ഇത്രയും ആയത്തുള്ള വിഷയമാണിതെങ്കിൽ ഏതൊക്കെയാ ഓതുന്നത്? ഇൻ തദ്ഉഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും. മുജാഹിദുകൾ ആദ്യം മുജാഹിദീങ്ങളെ അത് കേട്ടിട്ടുള്ളൂ, വേറെ ആരും കേട്ടിട്ടില്ലല്ലോ. ഇവിടെ ബാപ്പജി തങ്ങളും മമ്പറം തങ്ങളും ഉമർക്കാളി തങ്ങളും ഒന്നും അത് കേട്ടിട്ടില്ല. മുജാഹിദീങ്ങൾ മാത്രം കേട്ടതാണ്. 2012 ഇറങ്ങിയ പുതിയ ആയത്ത് അല്ലല്ല, 921 ഇറങ്ങിയ ആയത്ത്. 2012 921 ഇറങ്ങിയ പുതിയ ആയത്ത്. ഇതാരും കേൾക്കാത്തതാ? അല്ലല്ല, മുജാഹിദീങ്ങൾ മാത്രം കേട്ടെ. എന്തായോ? മുജാഹിദ് പ്രവർത്തകരെ ആദ്യം മുശ്രിക്കായി ചിത്രീകരിക്കാം. ഏതുപോലെ സുന്നികളെ മുഴുവങ്ങളും മുശ്രിക്കാക്കി ചിത്രീകരിച്ചതുപോലെ ഈ ആയത്തോതിയിട്ട് ഖുറാഫികളെ പോലെ ശിർക്കന്മാരായിട്ട് അവതരിപ്പിക്കാം. എന്നിട്ട് ശിർക്കന്മാർക്കെതിരെ ഓതുന്ന ആയത്തൊക്കെ അങ്ങനെ ഓതുക. അതെ, 80 കൊല്ലം അബൂജഹലിനെതിരെ ഓതേണ്ട ആയത്ത് പാപ്പയ്ക്ക് തങ്ങൾക്കെതിരെ ഓതിയില്ലേ? അബൂജഹലിനും ഉത്തുബത്തിനും എതിരെ ഇറങ്ങിയ ആയത്ത് മമ്പറം തങ്ങൾക്കെതിരെ ഓതിയില്ലേ? 70 കൊല്ലം ഇവിടെയുള്ള ആലിമീങ്ങളെ മുഴുവനും മുസ്ലിക്കാക്കങ്ങൾ ഓതിയത് തന്നെ. ഇപ്പൊ ലമീർ മടങ്ങൽ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നീട് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്ന് തെളിയിക്കുന്ന അറബ് ലോകത്തെ പണ്ഡിതന്മാരെ ഫത്വകൾ ഇങ്ങനെ വായിക്കുക. അപ്പോ സാധാരണക്കാരൻ വിചാരിക്കും സംഗതി പറ്റബല് ശിർക്കൊക്കെ പോയിക്കണിട്ടാ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ആയത്തൊക്കെ ഇവിടെ ഓതുവോ. കാരണം അങ്ങനെ വിചാരിച്ച സാധാരണക്കാരാണ് എല്ലാ മുജാഹിദിന്റെയും ബാക്കിലുള്ളത്. നിങ്ങൾ അങ്ങാടിയിൽ വന്ന് കുനുകുനേൻ എങ്ങനെ ഈ 10-20 ആയത്ത് ഓതിയപ്പോ ഞങ്ങളെ കുടുംബത്തിലും അയൽപക്കത്തും മഹല്ലത്തിലും പെട്ട നിഷ്കളങ്കരായ മുജാഹിദീൻ മുസ്ലിങ്ങൾ വിചാരിച്ചു, ഇവൻ ഇത്രത്തോളം ആയത്ത് ഓതുന്നുണ്ടെങ്കിൽ ബാബയ്ക്ക് തങ്ങൾക്ക് ശിർക്കുണ്ട് കേട്ടോ, പൂക്കോഴി തങ്ങൾക്ക് ശിർക്കുണ്ട് കേട്ടോ, മമ്പറം തങ്ങൾക്ക് ശിർക്കുണ്ട് കേട്ടോ, ശംസുലമക്ക് ശിർക്കുണ്ട് കേട്ടോ, ഉള്ളാളപ്പാപ്പാക്ക് ശിർക്കുണ്ട് കേട്ടോ എന്ന് വിചാരിച്ച ആൾക്കാരാ എല്ലാ മുജാഹിദിന്റെയും പിന്നിലുള്ളത്. അതാണ് മൂവർ സംഘത്തിന്റെ കുതന്ത്രത്തിന്റെ കുട്ടൻ. അല്ലല്ല, മുജാഹിദ് സംഘത്തിന്റെ കുതന്ത്രത്തിന്റെ കുട്ടൻ. മുജാഹിദ് സംഘത്തിന്റെ എല്ലാരും കണക്കായില്ലേ? ഇതൊക്കെ എത്ര കാലം ഞങ്ങൾ പറഞ്ഞതാ. സാധാരണ മുജാഹിദീങ്ങൾ മടക്കുത്തി പോയി കേട്ടില്ല. അത് മൂലേര് ഖുറാഫാത്ത് പറയാ കുട്ടികളെ പോറ്റാന് അല്ലേ? ഇപ്പോഴോ സഹോദരന്മാരെ ഇതാണ് അവസ്ഥ. എന്നിട്ട് ഇപ്പൊ എന്തായി? ചങ്ങരംകുളം മുജാഹിദ് വീണ്ടും ശിർക്കിന്റെ പേരിൽ പിളർന്നു. തൗഹീദിന്റെ പേരിൽ ആ പിളർപ്പ് സംഘടനാ പിളർപ്പല്ല, കേവലം ബഹു അർത്ഥങ്ങളുള്ള ഏതെങ്കിലും ഒരു പദം മറ്റു അർത്ഥങ്ങളിൽ ഉപയോഗിച്ചതല്ല. ശിർക്കിനെതിരിൽ തൗഹീദ് പറഞ്ഞ് നിങ്ങൾ ആരോപണം നടത്തുന്നതാണ്. നോക്കുങ്ങൾ ഇപ്പൊ എന്തായി? മൂവാറ്റുപുഴ സംവാദത്തിനു ശേഷം ചങ്ങരംകുളം മുജാഹിദിന്റെ ചരിത്രം എന്തായി? മൂവാറ്റുപുഴക്ക് മുമ്പും ശേഷവും എന്ന് എഴുതാനായി. എന്തായി? അപ്പോ ജബ്ബാർ മൗലവി മുശ്രിക്കാണ് എന്ന് അനീഫ കായക്കൊടി പറ്റി പറയാൻ തുടങ്ങി. എന്താണ് ഈ അനീഫും ജബ്ബാറും തമ്മിലുള്ള വ്യത്യാസം എന്നറിയോ? സംവാദത്തിന് സ്റ്റേജും കയറുന്ന അന്ന് മുതൽ ഈ അനീഫ മൗലവിന്റെ വലത്തെ ഭാഗത്തൊരു സാധുവായി ഇറച്ചിക്കോയി മാതിരി ഇരുന്നു കൊടുത്ത സാധുവാണ് ആ ജബ്ബാർ മൗലവി. അവസാനം മൂപ്പർക്കും കിട്ടി. എന്ന് പറയുന്ന ഹദീസ് ദുർബലം. നബിമാമോ അത് സ്വഹീഹാന്ന് പറഞ്ഞ് ജീവിതത്തിൽ പരിശോധിച്ച് മനസ്സിലാക്കി. ജബ്ബാർ മൗലവി അത് പറഞ്ഞപ്പോ ജബ്ബാർ മൗലവിന്റെ വാദം ശിർക്ക്. എന്ന വലിയ തമാശ എന്താ അറിയോ? ചങ്ങരംകുളം മുജാഹിദ് ഇപ്പൊ എത്തിയൊരു ഇടങ്ങേറുണ്ട്. അതായത് അഭൗതികമായ കഴിവ് തേടിയ ശിർക്ക്. അഭൗതികമായ കഴിവ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ തോന്നി. പച്ചയിൽ പറഞ്ഞാല് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവാർ. ഷെയ്ഖ് ജീലാനി
ജീലാനി തങ്ങൾക്ക് മനസ്സിന്റെ ഉള്ളിലുള്ളത് കാണാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് തൗഹീദ്. ഷെയ്ഖ് ജീലാനി തങ്ങളോട് ആ കഴിവ് നമ്മൾ തേടിയാൽ അത് ശിർക്ക്. അപ്പൊ അഭൗതികമായ കഴിവ് അള്ളയല്ലാത്തവർക്കുണ്ട് എന്ന് വിശ്വസിക്കാം. കാരണം മുജാഹിദീങ്ങൾ സിഹറിൽ വിശ്വസിക്കുന്നുണ്ട്. സിഹർ എന്ന് പറഞ്ഞാൽ അഭൗതികമായ മാർഗത്തിൽ അപകടം വരലാണ്. അപ്പൊ അഭൗതികമായ മാർഗത്തിൽ അപകടം വരുത്താൻ ജിന്നിനും ചെകുത്താനും കഴിയുമെന്ന് ചങ്ങരംകുളം മുജാഹിദ് വിശ്വസിച്ചു. ചെകുത്താന് അഭൗതിക കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു. അതേ സമയത്ത് ചെകുത്താനോട് ആ സഹായം തേടിയാലോ ശിർക്ക്. അപ്പൊ സക്കരിയ പറയാ യഥാർത്ഥത്തിൽ ഇതല ശിർക്കില് ആര് അനസും അനീഫിയും നമുക്കെതിരിൽ തൗഹീദ് ശിർക്ക് ആരോപിച്ച് സംവാദത്തിന് വന്ന ടീം ഇപ്പൊ പറയാ അപ്പുറത്താ ശിർക്ക്, അല്ലല്ല ഇപ്പുറത്താ ശിർക്ക്. ഇത് മാത്രമല്ല, ഇപ്പൊ യഥാർത്ഥത്തിൽ ശിർക്കിലെത്തിയത് ഇവരാണ്. കാരണം ഇവര് വാദപ്പം എന്താണെന്നറിയോ? ജിന്ന് അഭൗതിക സ്ഥിതിയാണ്, മലക്ക് അഭൗതിക സ്ഥിതിയാണ്. അപ്പൊ അവരുടെ കഴിവുകൾ എന്തായപ്പോ അഭൗതിക കഴിവായി. അപ്പൊ ജിന്നിന് എന്താണ് ഔഷാദാസിനോട് പറഞ്ഞു കൊടുക്കുക, ജിന്നിന് അഭൗതിക കഴിവുണ്ടെന്ന് വിചാരിച്ചാൽ ശിർക്കല്ല, മലക്കിന് അഭൗതിക കഴിവുണ്ടെന്ന് വിചാരിച്ചാൽ ശിർക്കല്ല. സലാം സുല്ലമി തന്നെ, സലാം സുല്ലമിനേക്കാൾ ഒരു കൂടി ഗ്രേഡ് മുമ്പിലായി. അഭൗതിക കഴിവ് എന്ന് പറഞ്ഞാലോ പടച്ചോന് മാത്രമുള്ള കഴിവാണ്. പടച്ചോന് മാത്രമുള്ള കഴിവ് മലക്കിന് നിശ്ചയിച്ചാൽ ശിർക്കാവില്ലേ? ഇതാണ് മറ്റുള്ളവരുടെ പേരിൽ ശിർക്ക് ആരോപിച്ച് അങ്ങനെ ഉണ്ടാവും. കണ്ടോ? ഇല്ലാത്ത ശിർക്ക് ആരോപിച്ച് ശിർക്കിൽ പോയി വീണില്ലേപ്പോ. അഭൗതിക കഴിവ് മലക്കിനുണ്ട്, അഭൗതിക കഴിവ് ജിന്നിനുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂല, വിളിച്ച് തേടിയാലേ ശിർക്കാകുള്ളൂ. നൗഷാദാസിന് ഒരു പോയത്തക്കാരനായതുകൊണ്ടാ, അല്ലെങ്കിൽ എന്ത് ചോദിക്കും? അപ്പൊ ബദരീങ്ങൾക്ക് അഭൗതിക കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല, ബദരീങ്ങളെ വിളിച്ചാലേ ശിർക്കുള്ളൂ. അല്ല മൗലവി എന്ന് ചോദിച്ചാലോ? ചോദിച്ച പോയാലും നൗഷാദ് പോയത്തക്കാരനായിട്ടില്ല, പച്ച മലയാളത്തിൽ ചോദിച്ചിട്ടുണ്ട്, മൂവാറ്റുപുഴ വെച്ച് ചോദിച്ചിട്ടുണ്ട്. ആ സീഡ് കാണുന്നവർക്ക് കേൾക്കാം. സിഹർ ഫലിക്കുമെന്ന് പറയുന്ന അനീഫ മൗലവിയോട്, അല്ല മൗലവി സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ച് ചെകുത്താന് അഭൗതിക വഴിയിൽ ഉപദ്രവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിച്ചാത്തോ ഇത് ആ ഉപദ്രവം തേടിയാൽ അത് ശിർക്ക്. അതെന്താ മൗലവി കഥ? അപ്പം TM വലിയുള്ളായിക്ക് മറഞ്ഞ കാര്യം അറിയാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വരൂല, ആ സഹായം തേടിയാലേ ശിർക്കാവുള്ളൂലേ. നൗഷാദിന് ചോദിച്ചപ്പോ എന്നിക്കണ് ഞങ്ങൾ പോയത്തക്കാരായില്ല, ഞങ്ങൾ ഉസ്താദുമാരും ഞങ്ങൾ ആലിമീങ്ങളും പ്രഭാഷകന്മാരും പ്രബോധകന്മാരും പോയത്തക്കാരല്ല, ഞങ്ങൾ ആലിമീങ്ങളെ കിതാബോധി പഠിച്ചിട്ടാ ഈ പണിക്കിടക്കലേ അറിയോ. എന്നിട്ട് ഇപ്പൊ എന്തായി? വീണ്ടും ശിർക്കും തൗഹീദും ഏറ്റുമുട്ടാണ്. ഖുർആനും സുന്നത്തും തന്നെയാണ് ഇത് ഏറ്റുമുട്ടുന്നത്. അങ്ങനെ സക്കരിയ സ്വലായി അവസാനം പറയണം. അപ്പൊ ഇങ്ങനെ പച്ചയായ കളവ് സംഘടനയിൽപ്പെട്ട ആളുകൾ പറയാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിൽ ഏറ്റവും വലിയ ആരോപണമാണ്, സഹിക്കാൻ കഴിയാത്ത ആരോപണമാണിത്, അല്ലേ? ഒരാൾ വ്യഭിചാരത്തിലേക്ക് പോയി, മോഷണത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ ഗുരുതരമാണ് ശിർക്കിലേക്ക് പോയി എന്ന് പറയുന്നത്. ആ കടുത്ത ആരോപണമാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ പത്രങ്ങളിൽ പോയി വന്നിട്ടുള്ളത്. ആ ആരോപണമാണ് മുസ്ലിം കൈരളി 80 കൊല്ലം സഹിച്ചത്. മുജാഹിദുകൾ അത് മനസ്സിലാക്കണം. ആ ആരോപണമാണ് ഞങ്ങൾ സഹിച്ചത്. എന്നിട്ടോ ഇത് പറയുമ്പോഴും മുജാഹിദുകൾ ചെയ്യണ പണി എന്തിനാണ്? ഓൽക്ക് പറ്റാത്തവരെയൊക്കെ മുശിരിക്കാക്കുക. എത്രത്തോളം നോക്കുങ്ങള്. മുജാഹിദ് ബാലുശ്ശേരി മഞ്ഞളാംകുഴി അലി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് MLA ലീഗ് ചേർന്ന് കണ്ട് മന്ത്രിയായി. മന്ത്രിയാണ് ഇതിന്റെ മുമ്പ് മൂപ്പരെന്ത് ചെയ്തു? സത്യപ്രതിജ്ഞന്റെ മുമ്പ് മമ്പർത്തൊന്ന് പോയി. അപ്പൊ മൗലവി പറയാ പിണറായിന്റെ കൂടെ നിന്നെന്ന് മൂപ്പര് വെറും കാഫിറെ ആയിട്ടുള്ളേ. ഇപ്പൊ ലീഗിൽ വന്നപ്പോ മൂപ്പര് കാഫിറുമായി മുശിരിക്കുമായി. ഏക്ക് കത്തിരി കൊണ്ട് കുത്തിയ ദോത്തൊളാന്ന് പറഞ്ഞ മതിരി മമ്പർത്താണ് പോയതോടുകൂടെ ഇയാൾ എന്തായി? മുശിരിക്കുമായി, കാഫിറുമായി. ഞാൻ തീർത്തു പറയും, കോൺഫിഡൻസിലെ ഞാൻ പറയും, കോൺഫിഡൻസിൽ തെറ്റിദ്ധാരണകളുള്ളവരും സത്യസന്ധരാണെങ്കിൽ, അക്കറിയാത്തത് കൊണ്ടാണെങ്കിൽ മർക്കത മുഷ്ടിയാണെ രക്ഷല്ലോ. അന്തർസുഖം അമ്ലമില്ലേ അക്കൂട്ടപ്പെട്ടാൽ ഈ സത്യലിന്റെ ഒരിക്കൽ രക്ഷയില്ല. അല്ല അറിവെന്നാത്തുള്ള തെളിവായി പറയുമ്പോൾ, തിരുത്താൻ മാത്രമുള്ള തെളിവായി പറയുമ്പോൾ ശ്രദ്ധിച്ചോളി. അതെന്താ? അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ ശിർക്ക് വന്ന സകൽ ഉറപ്പാണല്ലോ. ഖുർആനിലെ 39-ാമത്തെ 65-ാമത്തെ വചനം. പിന്നെയോ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി 4-ാമത്തെയായോ 48-ാമത്തെ വചനം, 4-ാമത്തെയായോ 116-ാമത്തെ വചനം. ആ വചനത്ത് പറയുന്നത് ഒരിക്കലും അന്ന് കൊടുക്കാത്ത പാതകൾ ശിർക്കാണ്. ഒരിക്കലും അന്ന് കൊടുക്കില്ല, ഒരിക്കലും അന്ന് കൊടുക്കാത്ത ഭാവേത ശിർക്കാണ്. ശരി, സമ്മതിച്ചു. ആ ശിർക്ക് ഒരു മുജാഹിദിൽ ഉണ്ടാകാൻ പാടുണ്ടോ?
ആ ശിർക്ക് ഒരു സുന്നത്തിയമായിട്ട് ഉണ്ടാകാൻ പാടില്ല. ആ ശിർക്ക് ഒരു തബ്ലീഗുകാരിൽ വരാൻ പാടില്ല. ആ ശിർക്ക് ഒരു SDPIക്കാരിൽ വരാൻ പാടില്ല. ആ ശിർക്ക് ഒരു പോപ്പുലർ ഫണ്ടുകാരിൽ വരാൻ പാടില്ല. ഒരു മന്ത്രി പദത്തിലേക്ക് തിരഞ്ഞെടുക്കുക ഒരു മുസ്ലിമിനെ, അയാൾ പോയത് എങ്ങോട്ടാണ് എഴുതണ്ടേ? അതിന്റെ തലേ ദിവസം മമ്പറം തറുകയിലെ ആളെ പേര് ഞാൻ പറയണ്ടല്ലോ. ഈ അടുത്ത കാലത്ത് മുസ്ലിം മന്ത്രിയായി തെരഞ്ഞെടുത്ത ആളാരാണ്? ഞാൻ പറയണ്ടല്ലോ. നിരീശ്വരവാദ പ്രസ്ഥാനത്തിൽ അയാൾ ഉണ്ടായിരുന്ന പ്രാവശ്യത്തിന് കുഫറില്ല. അയാൾ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ മുശ്രിക്കുമായി കാപ്പു. അപ്പൊ ഏതാ മെച്ചോ? പിണറായിന്റെ കൂടെ അവിടെ നിന്ന കാലത്ത് കാപ്പറയായിട്ടില്ലേ ആ വിഷയത്തിൽ? ഇങ്ങോട്ട് വന്നു നോക്കുമ്പോ മുസ്ലിം ടീമിന്റെ കൂടെ കൂടിയപ്പോ മുശ്രിക്കുമായി കാപ്പു. ക്ഷമിക്കണേ, വസ്തുത വളച്ചിട്ടില്ല എന്ന് പറയാം. എങ്ങനെയുണ്ട്? പറയേണ്ടയൊക്കെ പറഞ്ഞിട്ട് ക്ഷമിക്കണം, അതിന് കൊടുക്കേണ്ടയൊക്കെ കൊടുത്തിട്ട് പൊരുത്തപ്പെടണമെന്ന് പറയല്ലാതെ. അപ്പൊ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, എപ്പോഴത് പറയുന്നത്? നിങ്ങള് കേരളത്തിൽ ഒരു മുസ്ലിം പേരുള്ള മന്ത്രിയുടെ എണ്ണം കൂടിയ കാരണത്താൽ ഇവിടെയുള്ള വർഗീയവാദികൾ തുള്ളിച്ചാടിയ ടൈമാണ്. ഒരു മുസ്ലിം മന്ത്രിയുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞ് കേരളമാകെ കാടടക്കി വെടിവെച്ച കാലത്ത് മുജാഹിദ് മൗലവി മദ്യം പറഞ്ഞതാ. എന്ത്? അതിന് അയാൾ എന്തല്ല മുസ്ലിം അല്ല, അയാൾ മുശ്രിക്കും കാഫിറുമാണ്. പണ്ട് ഉമ്മാനെ തല്ലുന്ന കാക്കാന്റെ മുന്നില് 5 മദ്യം പറഞ്ഞ പോലെ 28 തട്ടൂല, 14 തട്ടിയാൽ മതി എന്ന മാതിരി ഈ തർക്കത്തിൽ നമ്മളെ മുജാഹിദ് മൗലവിന്റെ മധ്യസ്ഥ. അതിന് അയാൾ മുസ്ലിം മന്ത്രിയല്ല, അയാൾ മുശ്രിക്കാന്റെ കാഫിർ മന്ത്രിയാണ്. എന്നാ രസം കേൾക്കണം നിങ്ങൾക്ക്. മഞ്ഞളാങ്കുയ്യാലി മമ്പറത്ത് പോയപ്പോ മുശ്രിക്കാന്ന് ഊക്ക് പറഞ്ഞ മൗലവി, ഇയാള് പോണത് അമ്പലത്തിക്കാണ്. ഇയാൾ അമ്പലത്തിൽ പോയി വയലറിഞ്ഞു. അപ്പൊ മുജാഹിദീങ്ങൾ എന്നെ പറയാൻ തുടങ്ങി, ബാലേട്ടനെ അയക്കണിട്ടോ. നമ്മളെ കുട്ടികൾ ആദ്യം പറയലുണ്ട്, കാരണം ബാലേട്ടനാ മുസ്ലിം കാരണം സാധുവല്ലേ. അപ്പൊ നമ്മളെ കുട്ടികൾ ആദ്യം ബാലേട്ടൻ മൗലവി പോണെന്ന് പറയലുണ്ട് എന്നാ ഇയാൾ എന്നെ പറയുന്നത്. ഇരിക്കട്ടെ. അപ്പൊ മുജാഹിദീങ്ങൾ എന്നെ പറയാൻ തുടങ്ങി, എന്ത് ബാലു ശരി കാഫിർ അയക്കണിട്ടോ. അപ്പൊ ഇയാൾക്ക് ഈമാൻ ചൂടായി. മുശ്രിക്ക് കളി ചില്ലറിയാ, കാഫിർ കളി ചില്ലറിയാ. മൂപ്പർക്ക് ഷുഗർ നോക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ പ്രസംഗിച്ച ഞാൻ മുശ്രിക്കാന്ന് എന്ത് ലാഘവത്തോടു കൂടിയാണ് പൊന്നെ നീ പറഞ്ഞു കളഞ്ഞത്? മമ്പറത്ത് പ്രസംഗിച്ചോലിയ കാഫിർ എന്ന് പറയേണ്ടി ക്ഷേത്രത്തിൽ പോയാൽ തന്നെയല്ലേ? എന്ത് ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞത്? ഓനെ 25-ൽ 20 മുശ്രിക്കാന്ന് എത്ര ലാഘവത്തിൽ 5 പറഞ്ഞു. AP ഉസ്താദ് അബൂജഹലിന്റെ അപ്പുറത്താണ് ഇന്ത്യയുടെ കുട്ടി എത്ര ഉഷാറിലാ പറഞ്ഞു അല്ലേ? എത്ര ലാഘവത്തോടെ. ഞാൻ ആ പ്രദേശത്ത് പോയി. നിങ്ങൾക്ക് അവിടെ പോകാൻ കഴിയും. ഈ ബാക്കിയുള്ള 20 ലക്ഷത്തിന്റെ അടുത്ത് പോകാൻ കഴിയോ? ഓൾക്ക് നിങ്ങളെ അടുത്തേക്ക് വരാൻ കഴിയോ? അത് പറഞ്ഞ കുട്ടികളുടെ സ്ഥലത്ത് പ്രസംഗിച്ചു. അവനത് മനസ്സിലായി. വല്ലാത്ത മനസ്സിലാക്കൽ. മുശ്രിക്ക് കളി നിസ്സാര കളിയാ, കാഫിർ കളി നിസ്സാര കളിയാ. പ്രവാചകന്മാർ പുലിയാഹിലൽ കിതാബി എപ്പോ മൂപ്പര മുശ്രിക്കോ ഇക്കണ്ട മുസ്ലിങ്ങളെ മുഴുവനും മൊത്തമായും ചില്ലറയായും മുശ്രിക്കായും മുദ്രകുത്തി കാടടക്കി വെടിവെച്ച മൗലവി ഈ ആയത്തൊന്നും കണ്ടില്ല. മൂപ്പര നെഞ്ഞത്തിക്കാണ് വന്നപ്പോ മൂപ്പർക്കാട് ആലടക്കിന്ന് മാത്രല്ല, നിങ്ങൾക്ക് കേൾക്കണോ ഇതെന്താണ് അവസ്ഥ? 920-ൽ സ്വന്തം തൗഹീദ് എന്ന ഉസ്താദിനെ മുശ്രിക്കാക്കി, തൗഹീദിന്റെ തറവാട്ടിൽ ജനിച്ച മാതാപിതാക്കളിൽ ശിർക്കാരോപിച്ചു, റഷീദുള്ളയുടെ മതയുക്തിവാദത്തിൽ അധിഷ്ഠിതമായ മതനിർമ്മിത തൗഹീദിന്റെ പേരിൽ മുസ്ലിം മുഖ്യധാരയോട് ശിർക്കിന്റെ കൊലവിളി നടത്തിയ കേരളീയ വഹാബിസം ഇന്നനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേട് ഇസ്ലാമിക ഉമ്മത്ത് മുമ്പ് മനസ്സിലാക്കിയതാണ്. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ലത്തീഫ് വരമ്പിലാക്കൽ എന്ന മൗലവി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് കേട്ടോളൂ. നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക്. അത് നമ്മിൽ നാം ആരെങ്കിലും വിശ്വാസപരമായിരിക്കുന്ന വ്യതിയാനം ആരോപിച്ചാൽ, ഏകദൈവാരാധന ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യനെ കുഫ്ർ ആരോപിച്ചാൽ, ശിർക്ക് ആരോപിച്ചാൽ, ആദർശ രംഗത്തു നിന്നുള്ള വ്യതിചലനം ആരോപിച്ചാൽ, ആ ആരോപണം കളവും അസ്ഥാനത്തുമാണ് എങ്കിൽ ആരോപിക്കപ്പെട്ടവരിലേക്ക് അത് തിരിച്ചു വരും എന്ന ശരിയായ മഹത്തായ സന്ദേശം മുജാഹിദ് പ്രവർത്തകന്മാരെയും പണ്ഡിതന്മാരെയും നമ്മൾ ഉണർത്തിയിരുന്നു.
നിങ്ങൾ ഉണരേണ്ടത് ആ തിരിച്ചടിയാണ് 10 വർഷമായി മുജാഹിദ് പ്രസ്ഥാനം അനുഭവിക്കുന്നത്. പരസ്പരം ശിർക്കാരോപണം തിരിച്ചടിക്കാതെ ശിർക്കാരോപണത്തിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടാത്ത വഹാബി ഗ്രൂപ്പുകൾ ഇന്ന് കേരളത്തിലേതാണ്? മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരാണ് ശിർക്കാരോപണത്തിൽ നിന്ന് മുക്തരായിട്ടുള്ളത്? സാദിഖുൽ മസ്തൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 14 നൂറ്റാണ്ട് മുമ്പ് ഉമ്മത്തിനെ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ അനർത്ഥമാകുന്നത് സമുദായം കാണുന്നു, സമുദായം അനുഭവിക്കുന്നു, സമുദായം അറിയുന്നു. 921 വരെ ഇവിടെ ജീവിച്ച ഹിജ്റ 5 മുതൽ തൗഹീദിന്റെ പതാകയുമായി കേരളത്തിന്റെ പതനങ്ങളെ പ്രബോധനം കൊണ്ട് ഗണ്യമാക്കിയ വൈജ്ഞാനികമായ നിറച്ചാർപ്പുമായി വിദ്യാഭ്യാസപരമായ വഴികളിലൂടെ ആത്മീയമായ ഉയർത്തുന്നേൽപ്പിന് വേണ്ടി കേരളീയ മുസ്ലിങ്ങളെ പാകപ്പെടുത്തിയ പൗരാണികരായ പണ്ഡിതന്മാരുടെ തൗഹീദില് അപകടം വന്നിട്ടുണ്ട്, തകരാറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പ്രവേശനം ചെയ്ത കക്ഷികൾ അതേ തകരാറ് സ്വയം അനുഭവിക്കുന്നു എന്ന് പരസ്പരമുള്ള ആരോപണം കൊണ്ട് കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ സ്വയം സമ്മതിക്കുകയാണ്. പക്ഷേ വഹാബി പ്രസ്ഥാനം സമുദായത്തിന് 8 പതിറ്റാണ്ട് കാലമായി ചെയ്തിരുന്ന സേവനം എന്താണ്? ഇസ്ലാം വളരെ ഗൗരവത്തോടെ കണ്ട തെറ്റാണ് ശിർക്ക്. ഏത് സംഗതിയും അല്ലാഹു തആല പൊറുത്തു തരാ, പക്ഷേ അല്ലാഹു തആല ശിർക്ക് പൊറുത്തു തരൂല. ശിർക്ക് അല്ലാഹു തആല ഒരിക്കലും തന്നെ സ്വീകരിക്കുകയില്ല. ശിർക്കുള്ളവന്റെ നിസ്കാരമല്ല സ്വീകരിക്കുകയില്ല. അല്ലാഹുവിന്റെ ഹബീബിനോട് പോലും അല്ലാഹു പറഞ്ഞതെന്താണ്? ലൈൻ അശ്റക്ത ബില്ലാഹ് ലയഹ്ബതന്ന അമലുക്കും. നബിയേ, അങ്ങയുടെ ജീവിതത്തിൽ ശിർക്കിന്റെ കണിക വന്നാൽ പിന്നെ അങ്ങയുടെ നിസ്കാരം തുടരപ്പെടാൻ പറ്റാത്തതാണ്, അങ്ങയുടെ നോമ്പ് സ്വീകരിക്കപ്പെടാത്തതാണ്, അങ്ങറുത്തത് ഭക്ഷിക്കാൻ പറ്റാത്തതാണെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പോലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമുദായ വൃത്താന്തത്തിൽ നിന്ന് ഗൗരവത്തോടെ എടുത്തെറിയപ്പെട്ട ശിർക്ക്, ആ ശിർക്കിനെ സമുദായം ഗൗരവത്തോടെ കണ്ടു. കാരണം ഇസ്ലാമിക പ്രമാണം അത് ഗൗരവത്തോടെ പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം നമുക്കറിയാം. ആ ഉപദേശത്തിൽ ശിർക്കിന്റെ ഗൗരവം ബഹുമാനപ്പെട്ടവർ ഉയർത്തിക്കാട്ടുകയാണ്. ആ ശിർക്ക് സമുദായത്തിൽ ഒരാൾ ശിർക്ക് വെച്ചാൽ പിന്നെ സമുദായത്തിന്റെ പുറത്താണ്. അവന്റെ മക്കളെ കെട്ടാൻ പാടില്ല, അവന്റെ നിക്കാഹ് സഹിയല്ല, അവൻ അർത്ഥത് തിന്നാൻ പാടില്ല, അവനുമായി കുടുംബ ബന്ധമില്ല, അവന്റെ അനന്തരം എടുക്കാനും കൊടുക്കാനും വകുപ്പില്ല. അതുപോലെ അവൻ അർത്ഥത് തിന്നുകൂടാ, അവനെ തുടർന്ന് നിസ്കരിച്ചുകൂടാ, അവന്റെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചുകൂടാ, അവൻ മയ്യത്ത് മറ്റൊരാൾക്കും നിസ്കരിച്ചുകൂടാ. കാരണം ശിർക്ക് ഗൗരവമാണ്. ശിർക്കുള്ളവൻ വൃത്താന്തത്തിന്റെ പുറത്താണ്, ശിർക്കുള്ളവൻ വിശ്വാസത്തിന്റെ അപ്പുറമാണ്. ഇത്രത്തോളം ഗൗരവത്തോടെ കണ്ട മുസ്ലിം സമുദായത്തിന്റെ അകത്തളങ്ങളിൽ അവർ ആദരിക്കുന്ന, അവർ ബഹുമാനിക്കുന്ന, അവർ മാതൃകയായി കാണുന്ന തങ്ങന്മാരിൽ, അവർ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരിൽ, സർവോപരി മുസ്ലിം മുഖ്യധാരയിൽ ആത്യന്തികമായി കഴിഞ്ഞ കാലങ്ങളിലെ മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യ വഴികളിൽ ഒക്കെ ശിർക്കാരോപിച്ചു എന്ന് മാത്രമല്ല, എന്നാൽ ശിർക്കാരോപിച്ച സ്ഥിതിക്ക് ഇസ്ലാം ഗൗരവത്തോടെ കാണുന്ന ശിർക്കാരോപിക്കപ്പെട്ട സ്ഥിതിക്ക് ശിർക്കുമായുള്ള ഇസ്ലാമിന്റെ നിലപാട് എത്തിപ്പിടിച്ചുകൊണ്ട് അവരെ മക്കളെ നിക്കാഹ് ചെയ്യാൻ പാടില്ല, ചെയ്ത നിക്കാഹ് തൊലാഖ് ചെയ്യപ്പെടേണ്ടതായിരുന്നു, അവരുടെ അനന്തരസ്വത്തെടുക്കാൻ പാടില്ലായിരുന്നു, അവരവർക്ക് തിന്നാൻ പാടില്ലായിരുന്നു, മയ്യത്ത് നിസ്കരിക്കാനും സാമുദായികമായ ബന്ധം നിലനിർത്താനും പാടില്ലായിരുന്നു. പക്ഷേ ശിർക്കാരോപണം ഒരു ഭാഗത്ത് നടത്തുകയും അവരെ മക്കളെ തന്നെ കല്യാണം കഴിക്കുകയും അവരെ തന്നെ സമുദായത്തിൽ പഠിപ്പിക്കുകയും അവർ അറുത്തുക തന്നെ തിന്നുകയും അവരുടെ കൂടെ തന്നെ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്തുകൊണ്ട് ശിർക്കിന്റെ ഗൗരവം കുറച്ച് കാണിച്ചു എന്ന് മാത്രമല്ല, ഇപ്പൊ എവിടെത്തിയ നിങ്ങള് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഒരു പേരുണ്ട്, തമ്മിൽ കണ്ടാൽ ബ്രദർ, കൽബിലില്ലെങ്കിലും തൊള്ളോണ്ടതാ പറയാം. എന്നാൽ മുജാഹിദീങ്ങൾ തമ്മിൽ കണ്ട എന്താ പറയാ? നിങ്ങള് മിസ്റ്റർ മുശ്രിക്, അസ്സലാമു അലൈക്കും.
മിസ്റ്റർ മുസ്ലിം അസ്സലാമു അലൈക്കും തമ്മിൽ നാട്ടുകാരെ മുഴുവാക്കി ഇനി ആരും ബാക്കിയില്ല. അപ്പൊ മുജാഹിദീങ്ങൾ കണ്ടത് ഇനിയിപ്പോ നമ്മൾ തമ്മിലോട് ആക്കിക്കോളാം. കാരണം ഒരു ദിവസം 10 ആളെ മുസ്ലിക്കാക്കാതെ ഈ മൗലവിമാർക്ക് പുറത്തു വരില്ല. നാട്ടിലെല്ലാരും ആക്കി കഴിഞ്ഞാൽ ഒന്നാരും ബാക്കിയില്ല. ഇനിയിപ്പോ ഇനി മുവഹീദുകളുള്ളൂ. എന്നാ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കോളാം. അങ്ങനെ ഒരു മുജാഹിദ് മൗലവി പറയാ, പള്ളിക്കലെ ഖതീബ് മഹല്ലത്തിൽ ഒരു മൗലവി വരുമ്പോ കണ്ട പാടന്നെ എങ്ങനെയാ സംബോധന എന്ന് പറയുന്നത്? മുശ്രിക്ക് മൗലവി. നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഖതീബ് നമ്മുടെ മുഹാജിർ ഫാറൂഖ്, നിങ്ങൾ മുശ്രിക്കാണ്, വർത്താൻ തുടങ്ങാം, നിങ്ങൾ മുശ്രിക്കാണ്, മനസ്സിലായില്ലേ? അങ്ങനെ മുശ്രിക്കാക്കുക ഈ പണി കണ്ടങ്ങൾ എത്ര ലാഘവത്തോ. മുജാഹിദീങ്ങൾ തമ്മിൽ കണ്ടാലുള്ള അഭിസംബോധന. എന്നാൽ ഇസ്ലാം അങ്ങനെ ശിർക്ക് പോക്കറ്റിലിട്ടുകൊണ്ട് സലാം കൊടുക്കേണ്ട പ്രസ്ഥാനമല്ല. ശിർക്കുള്ളവനോട് തുടർന്ന് നിസ്കരിച്ചുകൂടാ, ശിർക്കുള്ളവന്റെ മക്കളെ കെട്ടിച്ചുകൂടാ, ശിർക്കുള്ളവനെ തുടർന്ന് നിസ്കരിച്ചുകൂടാ. ശിർക്ക് ഗൗരവപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ മകനെ വിളിച്ചുകൊണ്ട് നൽകുന്ന ഉപദേശം തന്റെ മകനെ വിളിച്ചുകൊണ്ട് ലുഖ്മാൻ റളിയല്ലാഹു തആല നൽകുന്ന ഉപദേശം എന്താണ്? യാ ബുനയ്യാ, കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, ഒരിക്കലും തന്നെ റബ്ബിൽ പങ്കു ചേർക്കരുത്. അല്ലാഹു എന്ന വിശ്വാസത്തോടുകൂടെ, ഉടമസ്ഥൻ എന്ന ചിന്തയോടുകൂടെ, ദൈവമാണെന്ന നിലപാടോടുകൂടെ വിദ്യത്വം കൽപ്പിക്കപ്പെട്ടുകൊണ്ട് ഉലൂഹിയ്യത്ത് വകവെച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു അല്ലാതെ മറ്റൊരാളെ ബഹുമാനിക്കാൻ പാടില്ല, മറ്റൊരാളെ വിളിക്കാൻ പാടില്ല, മറ്റൊരാളോട് ദുആ ചെയ്യാൻ പാടില്ല, സർവോപരി ശിർക്ക് പ്രവർത്തിക്കാൻ പാടില്ല. കാരണം ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ചെയ്തവൻ പിന്നെ സമുദായത്തിന്റെ ഉള്ളിലല്ല, അതുള്ളവൻ പിന്നെ പള്ളിയുടെ മിഹ്റാബിൽ നിന്നുകൂടാ, അതുള്ളവൻ പിന്നെ പോത്തിനർക്കാലത്തുന്നുകൂടാ, അതുള്ളവന്റെ മക്കളെ കെട്ടിക്കൂടാ. കാരണം ഇന്ന ശിർക ലദുൽമുൻ അളീം. സൂറത്തുൽ ലുഖ്മാന്റെ 13-ാമത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന ശിർക ലദുൽമുൻ അളീം, ഗൗരവമുള്ളതാണ്. ശിർക്ക് അകറ്റി നിർത്തപ്പെടേണ്ടതാണ്. ശിർക്കുള്ളവനോട് തുടരാൻ പാടില്ല, അവനറുത്തത് തിന്നാൻ പാടില്ല, അവനുമായി സലാം പറയാൻ പാടില്ല. ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്ക് ഗൗരവപ്പെട്ടതാണ്. ആ ഗൗരവപ്പെട്ട തെറ്റ് ഒരിക്കലും തന്നെ സമുദായം പൊറുപ്പിക്കാൻ പാടില്ല. അതോടൊപ്പം ആ തെറ്റ് ചെയ്യാത്തവന്റെ പേരിൽ ആ ആരോപണം ഉന്നയിക്കാനും പാടില്ല. അങ്ങനെ ഉന്നയിച്ചാലോ ആ ശിർക്ക് തിരിച്ചടിക്കുന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിച്ചെങ്കിൽ ലോക തലങ്ങളിൽ വന്നുപോയ തൗഹീദിനെ വിവാദമാക്കി കഴിഞ്ഞ കാലങ്ങളിൽ വന്ന സകലമാന ചിന്താധാരകൾക്കും സംഭവിച്ച പൊടുപ്പൊട്ട് വഹാബി പ്രസ്ഥാനത്തിന് 1 നൂറ്റാണ്ട് തികയുന്നതിന്റെ മുമ്പ് സംഭവിക്കുന്നു. ഒരൊറ്റ നവോത്ഥാനത്തെ ഒരൊറ്റ ഈ പ്രസ്ഥാനങ്ങളും 1 നൂറ്റാണ്ടിനെ അതിജീവിക്കാത്തതുപോലെ വഹാബി പ്രസ്ഥാനവും അത് അതിജീവിക്കാൻ കഴിയാതെ ചക്രശ്വാസം വലിക്കുമ്പോൾ ഞങ്ങളെ ശബ്ദിക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ മുസ്ലിംകളോ ആദർശത്തിന്റെ ധാരയിൽ ഐക്യപ്പെടുക. ഒരേ സമുദായം, ഒരേ കാലഘട്ടത്തിലെന്നല്ല, എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ വിശ്വസിച്ച വിശ്വാസം, ഒരുപോലെ ആചരിച്ച കർമ്മങ്ങൾ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് അതേ ഹിജ്റ 5 മുതൽ ഇവിടെ പ്രയാണം ആരംഭിച്ച പരിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദിന്റെ ദീപശിഖയിൽ നിന്നോ ആ ദീപത്തിൽ നിന്ന് വഴിപിരിഞ്ഞുപോയി പുതിയ നിർമ്മിതവാദങ്ങൾ കൊണ്ടുവന്ന് വ്യതിചലിച്ചാൽ ജഹന്നം, അവരുടെ അന്ത്യം നരകത്തിലാണ്. നരകം റിസോർട്ടുകളല്ല, നരകം സുഖവാസ കേന്ദ്രമല്ല, നരകം ആസ്വദിക്കാനുള്ള ഇടമല്ല, അത് ഭയാനകം തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിംകളെ, നല്ലത് പഠിക്കാനും നല്ലത് കേൾക്കുവാനും മുൻധാരണകൾ മാറ്റിവെച്ചുകൊണ്ട് വിഷയം ഉൾക്കൊള്ളുവാനും ശ്രമിക്കണോ. ആഖിറം
രക്ഷപ്പെടാനുള്ള അവസരം കണ്ടെത്തണം. ഇനിയും വഹാബി പ്രസ്ഥാനത്തെ തക്കവേദി ചെയ്താൽ അലാഖിറത്തിൽ അന്ത്യത്തിൽ അവസാനം നഷ്ടം വരുത്തുന്ന കാര്യമാണെന്ന് തിരിച്ചറിയണം. അങ്ങനെ ആദർശത്തിന്റെ പാതയിൽ, വിശ്വാസത്തിന്റെ വഴിയിൽ, കർമ്മത്തിന്റെയും ആചാരത്തിന്റെയും വഴികളിൽ ഐക്യത്തോടെ മുന്നോട്ട് പോയി, ആദർശത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോയി ഈ സമുദായത്തിന് 80 കൊല്ലം നഷ്ടപ്പെട്ട ഊർജമുണ്ട്. ആ ഊർജം ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പിന്നോക്കാവസ്ഥക്ക് പരിഹാരം കാണേണ്ട സമയമായിരുന്നു. ചരിത്രപരമായ കാരണങ്ങളാൽ പുറമ്പോക്കിലേക്ക് എറിയപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട മുസ്ലിം ഇന്ത്യക്ക് പ്രായോഗികമായ പരിഹാരം കണ്ടെത്തേണ്ട സമയത്ത് ആ തകർന്നു തരിപ്പണമായ മലബാറിന്റെ തെരുവീതികളിൽ ഇവർ പ്രതിഷ്ഠിച്ച മനുഷ്യനിർമ്മിതത്തെ 80 കൊല്ലമാണ് ആയത്തിന്റെ എനർജി ചെലവഴിച്ചത്. ഒരിക്കലും നഷ്ടപ്പെടാൻ നികത്താനാവാത്ത നഷ്ടമാണ്. ആ നഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ആദർശ പടയോട്ടത്തിന്റെ പ്രതിരോധം തീർക്കുകയും അതോടൊപ്പം മുസ്ലിം ഇന്ത്യയുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തിന്റെ സാമൂഹിക പുരോഗതിക്ക് വൈജ്ഞാനിക വിപ്ലവത്തിന്റെ മന്ത്രധ്വനികൾ ആത്മീയതയുടെ ചട്ടിയിൽ ചാലിച്ചെടുത്തുകൊണ്ട് മുസ്ലിം ഇന്ത്യയിൽ പരീക്ഷിച്ച് വിജയിച്ചു എന്നതാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദ് രാജ്യത്തിന് നൽകുന്ന മെസ്സേജ്. അതാണ് മർക്കസ് സഖാഫത്ത് ഇസ്ലാമിയ്യ വിളിച്ചു പറയുന്നത്. ആ സന്ദേശം ഇന്ത്യ ഏറ്റെടുത്തു. ആ സന്ദേശം കേരളത്തിൽ വിജയിച്ച് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുകയാണ്. അറിയില്ലേ, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 3.5 പതിറ്റാണ്ട് മുൻപ് മർക്കസിന്റെ കേരത്തോപ്പുകളിൽ നിന്ന് കേവലം ഒരു ഖുറാഫി എന്നും യാഥാസ്ഥികനെന്നും മുദ്രകുത്തപ്പെട്ട ഒരു പഴഞ്ചനായ മുസ്ലിയാരെ പാകപ്പെടുത്തിയെടുത്ത നവോത്ഥാനത്തിന്റെ വിപ്ലവം എങ്ങനെയാണ് സമുദായം ഏറ്റെടുത്തത്? അത് ആത്മീയതയിൽ അധിഷ്ഠിതമായ വിപ്ലവമാണ്. ഒരിക്കലും ഇന്ത്യ മുസ്ലിമിന്റെ ആത്മീയത നശിപ്പിക്കുന്ന നശീകരണ വിപ്ലവങ്ങളല്ല. ആത്മീയതയിൽ അധിഷ്ഠിതമായിട്ടല്ലാതെ ഈ ഉമ്മത്തിന് വിജയിക്കാൻ കഴിയില്ല എന്നതും സാമൂഹ്യ രംഗത്തെ പുരോഗതി വിദ്യാഭ്യാസത്തിലൂടെയാണെന്നതും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മുസ്ലിം ഇന്ത്യക്ക് ദൈസനികമായ ദിശാബോധം പകർന്ന സ്ഥാപനമാണ് മർക്കസ്. അതിന് കാർമ്മികത്വം വഹിച്ച പണ്ഡിതനാണ് കമറുലുലമാ കാന്തപുരം എത്തിയത് മുസ്ലിയാർ. ആ മർക്കസിന്റെ കത്തടങ്ങളിൽ നടിച്ചു വീശിയ നവോത്ഥാനത്തിന്റെ പ്രജ്വല പ്രഭകളെ കൊണ്ട് കേരളത്തിന്റെ തെരുവീതികളിൽ വളർന്നു പന്തലിച്ചു വന്ന വൈജ്ഞാനിക വിളക്കുമാടങ്ങളെ പ്രയാണം കരുളായിലെ MBAയും അതുപോലെ മുത്തേടൻ ഹിദായയും അതുപോലെ വിവിധങ്ങളായ സ്ഥാപനങ്ങളും കിഴക്കനേറനാടിന്റെ ചാരുതയാർന്ന ചാലിയാറിന്റെ തീരത്ത് ഉജ്ജ്വലമായ നവോത്ഥാന തുടിപ്പുകൾ ഏറ്റുവാങ്ങി പ്രജ്വലിക്കുന്ന മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ്യ ഉൾപ്പെടെ ഈ ഏറനാട്ടിൽ നിന്ന് വണ്ടി കയറി കേരളം മുഴുവനും സഞ്ചരിച്ചാൽ അഗതികൾക്ക് അനാഥകൾ കറ്റാണിയായി മുസ്ലിം ഇന്ത്യയുടെ സാമൂഹിക പിന്നോക്കത്തിന് പരിഹാരമായി തലയെത്തി നിൽക്കുന്ന വിദ്യാനികേതനുകളുണ്ടെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അതിന്റെയും അപ്പുറത്ത് വിവിധങ്ങളായ സ്റ്റേറ്റുകളിൽ നരേന്ദ്രമോദി എന്ന നരബോധി മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആസൂത്രിതമായും ഔദ്യോഗികമായും ഉന്മൂലനം വരുത്താൻ ശ്രമിച്ച ഗുജറാത്തിന്റെ തെരുവുകളിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അസ്തിത്വ വിമോചനത്തിനോ അസ്തിത്വ പരിരക്ഷയ്ക്കും അതുപോലെ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനും കാന്തപുരം ഉസ്താദ് നൽകിയ മെസ്സേജ് വിദ്യനോട് സമ്പന്നരാകുക എന്നതാണ്. കൈകരുത്തുകൊണ്ടും കളരി കൊണ്ടും ഈ രാജ്യത്തെ ഏറ്റുമുട്ടൽ കൊണ്ടും ഒന്നും നേടാനില്ല. വിദ്യാഭ്യാസമാണ് ആയുധം, ആത്മീയതയാണ് പരിരക്ഷയുടെ പരിചായെന്ന് പഠിപ്പിച്ച് ഗുജറാത്തിന്റെ തിരുവീതികളിൽ തൂത്തെറിയപ്പെട്ട മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ദിശാബോധത്തിന്റെ അടയാളപ്പെടുത്തലുകളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു കൊടുത്തവർക്ക് അത്താണിയായി നിന്നത് മർക്കസാണ്. അതേ വെടിവെച്ച് നിലക്കാത്ത കാശ്മീരിന്റെ തെരുവുകളിൽ 6 പതിറ്റാണ്ടിലേറെ കാലമായി ആസൂത്രിതമായി മുസ്ലിം ന്യൂനപക്ഷങ്ങളെ എങ്ങനെയാണ് റിക്ഷവണ്ടി വലിക്കാരായി അടപ്പതിപ്പിച്ചത് എന്ന് പരീക്ഷിച്ചു നോക്കിയ പശ്ചിമ ബംഗാളിന്റെ തെരുവുകളിൽ അവർക്ക് വേണ്ട ആശാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, പള്ളികളുണ്ടാക്കി, നിർമ്മാണാത്മകമായ കർമ്മപദ്ധതികളുടെ സമ്പന്നമായ മാതൃകകളുമായി പശ്ചിമ ബംഗാളിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പണ്ഡിതന്റെ പ്രബോധനങ്ങളാണ്. ആ സ്ഥാപനത്തിന് കരുത്ത് പകരുന്ന ഈ രാജ്യത്തെ സുന്നി ബഹുജനങ്ങൾക്ക് അതേ അത്താണിയായ മുസ്ലിം ഈ രാജ്യത്തിന്റെ അഖണ്ഡതക്ക് അത്താണിയായ സുന്നി യുവജന സംഘത്തിന്റെയും കലാലയമുറ്റങ്ങളിൽ ധർമ്മപതാകയേന്തി ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള തീപ്പന്തങ്ങളായി 44 പതിറ്റാണ്ടാഞ്ഞടിച്ച കേരള സ്റ്റേറ്റ് സുന്നി വിദ്യാർത്ഥി സംഘടനയുടെയും ശക്തമായ പിന്തുണയോടെ പ്രചോദനത്തോടെയും കൂടെ
നടത്തിയ പ്രവർത്തനങ്ങൾ അറിയില്ലേ നിങ്ങൾക്ക്? മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നത് ഈ രാജ്യത്തിന് ശാപമാണെന്ന് ആക്രോശിച്ച അധമനായ മുഖ്യമന്ത്രി രാജ്യം ഭരിക്കുന്ന ആസാമിന്റെ തെരുവുകളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ക്രൂരമായി വേട്ടയാടി പെരുന്നാളിന്റെ സുദിനത്തിൽ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ നാളെ ഒരു സീറ്റുമായി നമ്മുടെ വീട്ടുപടിക്കലിൽ അവർ നന്ദിയുറങ്ങാനും ഒടുക്കാനുമുള്ള വസ്ത്രത്തിനും സഹായം തേടി യാചകരായി വരരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ട് കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ തൊട്ടടുത്ത ദിനങ്ങൾ കേരളത്തിലെ SSFകാരനും SYSകാരനും വീട് കയറിയിറങ്ങിയത് എന്തിനാ? ആസാമിലെ ദുരിതബാധിതരായ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട സാധുക്കൾക്ക് വേണ്ടിയാണ്, പടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് അല്ലെങ്കിൽ ഒരു സന്തോഷത്തിലൊരു വസ്ത്രം കൊടുക്കാനാണ്. കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ സുദിനത്തിൽ സ്വന്തം കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കിടേണ്ട ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കള് ബലിപെരുന്നാൾ ആഘോഷിക്കാൻ കടന്നു വന്നത് ആസാമിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അണിഞ്ഞിറങ്ങുന്ന പതിതരായ മുസ്ലിം സമുദായത്തിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പകർത്തിക്കൊണ്ട് അവരുടെ സന്തോഷ സങ്കടങ്ങളിൽ സമ്മിശ്രമായി സംവദിക്കാൻ വേണ്ടിയാണ് പെരുന്നാളിന് മുമ്പ് പാലക്കാട് നിന്ന് ട്രെയിൻ കയറിയത് എന്ന് സമുദായം അറിയണം. രാജ്യത്തിന്റെ നിർമ്മാണ വഴികളിൽ ഇനിയും നമ്മൾ തർക്കിക്കേണ്ടതില്ല, ഇനിയും നമ്മൾ ഭിന്നിക്കേണ്ടതില്ല. ഒരു നല്ല നാളേക്ക് വേണ്ടി, ഒരു നല്ല ഇന്ത്യക്ക് വേണ്ടി, ഒരു നല്ല മുന്നേറ്റത്തിന് വേണ്ടി ആദർശത്തിന്റെ വഴികളിൽ ആത്മീയതയിൽ കോർത്തുപിടിച്ചുകൊണ്ട് ഉജ്ജ്വലരായ ആത്മീയ നേതാക്കളുടെ കൂടെ നിന്നുകൊണ്ട് ഒരു പുതിയ മുസ്ലിം ഇന്ത്യ പെടുക്കണം, ഒരു പുതിയ മുസ്ലിം കൈരളിക്ക് കാർമ്മികത്വം വഹിക്കണം. കരുത്തുറ്റ നേതൃത്വം നമ്മുടെ മുന്നിലുണ്ട്, കരുത്തുറ്റ കർമ്മസജ്ജരായ അനുയായികൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ മുഖ്യധാരയിൽ നിന്ന് പുറംതിരിഞ്ഞ മുസ്ലിംകളെ നമുക്കൊന്നായി കൂട്ടായി മുന്നേറാം. ആ വഴിയിൽ ഉജ്ജ്വലമായി നമുക്ക് മുന്നേറാം. അല്ലാഹു നമ്മെ തുണക്കട്ടെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. അർഹമുർ റഹ്മാനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ് ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ചെയ്ത എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് പൊറുക്കണേ.